കഥ തുടരുന്നു. രാജസേനന് നാവനക്കാനാവുന്നില്ല. മുഖ്യമന്ത്രി തുടർന്നു. ധീരതയോടെ രാജിവയ്ക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ജനം തൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. രാജസേനന്റെ മുഖം ഇരുണ്ടു. പല്ലു കടിച്ചു പിടിച്ചുകൊണ്ട് അയാൾ സംസാരിച്ചു. എൻ്റെ രാജി മതിയല്ലോ സാറിന്, അതങ്ങ് തന്നേക്കാം. പക്ഷേ എൻ്റെ മകൻ തെറ്റുകാരനല്ലെന്ന് കോടതി പറയുന്ന നിമിഷം ഞാനിങ്ങെത്തും. അപ്പോൾ സാറ് എന്നെ പിന്നെ പറയരുത്. ഒരിക്കലുമില്ല. രാജസേനൻ പാർക്കർ പേനയെടുത്ത് തുറന്നു. മുഖ്യമന്ത്രി മുന്നിൽ വെച്ചു കൊടുത്ത പേപ്പറിൻ്റെ ചുവട്ടിൽ ഒപ്പിട്ടു. തോൽക്കുമെന്ന് ഒട്ടും ഭയം എനിക്കില്ല സാർ. പിന്നെ ജനത്തിൻ്റെ കണ്ണിൽ പൊടിയോ ഉപ്പോ വാരിയിട്ട് കൊടുക്ക്. അങ്ങനെ നിങ്ങൾക്കൊക്കെ സന്തോഷിക്കാമല്ലോ. രാജസേനൻ താൻ ഒപ്പുവച്ച കടലാസ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എടുത്തെറിഞ്ഞു. ശേഷം മേശയിൽ കൈക്കുത്തി മുന്നോട്ട് ആഞ്ഞു നിന്നു. എന്നെ കുടുക്കിയെന്ന് കരുതണ്ട. അങ്ങനെ കരുതിയാൽ കുടുങ്ങുന്നത് നിങ്ങളായിരിക്കും. രാജസേനൻ വെട്ടിത്തിരിഞ്ഞ് കൊടുങ്കാറ്റ് പോലെ പാഞ്ഞുപോയി. ഹാഫ് ഡോർ ശക്തിയിൽ തുറന്നടഞ്ഞു. വേലായുധൻ മാസ്റ്ററുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായി. ആ സമയം കോഴഞ്ചേരി ആശുപത്രിയിൽ വാസുദേവൻ്റെ മുന്നിലുണ്ടായിരുന്നു SI വിജയ. ആ കരടി വാസുവിനെ ആരോ തല്ലി ചതച്ചു അല്ലേ മോളെ? ആ, ഞാനും അങ്ങനെ കേട്ടു. കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ ആർക്കും ഇതുപോലെ കിട്ടിയെന്നിരിക്കും. വാസുദേവൻ മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആട്ടെ, ഇരുമ്പാണികൾ തറച്ച ആ പടി എന്തിയേ? വിജയുടെ നെറ്റി ചുളിഞ്ഞു. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? നീ മഹാഭാരതം ഒന്ന് വായിച്ചു നോക്കണം. അതിൽ ഒരു വാചകമുണ്ട്, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനാണെന്ന്. അതിനിപ്പോൾ ഇവിടെ അങ്ങനൊരു ഭീമൻ ഉള്ളതായി എനിക്കറിയില്ല. ആ വിഷയത്തിൽ കൂടുതൽ ചർച്ച നടത്തുവാൻ വിജയ ആഗ്രഹിച്ചില്ല. അവൾ വിഷയം മാറ്റി. ഡോക്ടർ എന്തു പറഞ്ഞു? ഇന്നുകൂടി ഇവിടെ കിടന്നിട്ട് നാളെ പോകാമെന്ന്. ശരീരം മുഴുവൻ നല്ല വേദനയുണ്ട്. വിജയ ഒന്ന് മൂളി. പെട്ടെന്നാണ് SI ജെയിംസ് അവിടേക്ക് കടന്നു വന്നത്. വിജയയെ നോക്കി അയാൾ വല്ലാത്ത ഭാവത്തിലൊന്ന് ചിരിച്ചു. എന്താ ജെയിംസ് സാറേ, വല്ലാത്തൊരു സന്തോഷം? വിജയ ചോദിച്ചു. ഓ, നമ്മളൊക്കെ എന്തോ സന്തോഷിക്കാനാ. പിന്നെ ഞാൻ വന്നത് ഇദ്ദേഹത്തെ കാണാനും ചില പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കാനുമാണ്, ജെയിംസ് പറഞ്ഞു. എങ്കിൽ സാർ ഇരിക്കെ. ജെയിംസ് ഇരുന്നു. സാറിനെ ആരോ മനഃപൂർവ്വം വണ്ടി ഇടിച്ചതാണെന്ന് കാണിച്ച് മകൻ അനൂപ് ഒരു പരാതി സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. അതിലെ പ്രതി ഒരു കരടി വാസു ആയിരുന്നു. ആ വാസുവിന് ഇന്നലെ രാത്രി തന്നെ പണിയും കിട്ടി. രണ്ടും കൂടി കേട്ടപ്പോൾ ഒരു സംശയം, വാസുദേവൻ സാറിൻ്റെ കൊട്ടേഷൻ ആരോ ഏറ്റെടുത്തതാണെന്ന്. വാസുദേവൻ്റെ മുഖം മുറുകി. അങ്ങനെ കൊട്ടേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല സാറേ. തല്ലുന്നെങ്കിൽ നേരെ നിന്ന് തല്ലണം. അന്തസ്സുള്ളവർ അങ്ങനെയാ, അല്ലാതെ പണം കൊടുത്ത് മസിൽ പവർ വാങ്ങുന്നവരല്ല. ചങ്കുറപ്പുള്ള വ്യക്തിയാണ് സാറെന്ന് എനിക്കറിയാം. എന്നാൽ സാറിന് വേണ്ടി മറ്റാരെങ്കിലും കൊട്ടേഷൻകാരെ അത് ഏൽപ്പിച്ചതാണെങ്കിലോ? ഇടം കണ്ടിട്ട് ജെയിംസ് വിജയെ നോക്കി. അത് പറഞ്ഞ് സാറെന്തിനാ എന്നെ നോക്കുന്നത്? ഞാൻ ചെയ്യിച്ചതാണെന്നോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നി. ആ, വിട്ടുകളാ, ഞാനൊരു തമാശ പറഞ്ഞതാണെന്ന് കരുതിയാൽ മതി. അയാൾ എഴുന്നേറ്റു. കരടി വാസുവിൻ്റെ മൊഴിയെടുക്കാൻ വന്നതാ ഞാൻ. സാറിൻ്റെ മകൻ തന്ന പരാതിയും അന്വേഷിക്കാൻ വരുന്നുണ്ട് ഞാൻ. വിജയെ നോക്കി ഒന്നുകൂടി ചിരിച്ചിട്ട് ജെയിംസ് പോയി. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയണം. നീ ഇരിക്കെ. വാസുദേവൻ കിടക്കയ്ക്ക് അരികിലുണ്ടായിരുന്ന കസേരയിലേക്ക് ഇടത് കഴിച്ചുകൊണ്ട് വിജയിരുന്നു. വാസുവാണ് എന്നെ ഇടിച്ചത് എന്ന കാര്യം നിന്നോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാ അത് അനു പറഞ്ഞത്? അത്തരമൊരു സന്ദർഭം ഇന്നുണ്ടായി. രാവിലെ ആഭ്യന്തരമന്ത്രി വീട്ടിൽ വന്നതും തുടർന്നുണ്ടായ സംഭവവും വിജയ അച്ഛനെ പറഞ്ഞു കേൾപ്പിച്ചു. അയാളെല്ലാം മൂളി കേട്ടു. പിന്നെ സാവധാനം തിരക്കി. നിങ്ങൾ ആരുമല്ല കൊട്ടേഷൻ കൊടുത്ത് ആ വാസുവിനെ തല്ലിച്ചത്. അനൂപും സത്യനുമാണെങ്കിൽ ഇന്ന് രാവിലെയാണ് വിവരം അറിഞ്ഞതും. അപ്പോൾ പിന്നെ അത് ചെയ്തിരിക്കുക ഒരേ ഒരാൾ മാത്രമാണ്, നീ. അച്ഛാ, അറിയാതെ വിജയുടെ ശബ്ദമുയർന്നു. വേണ്ട, നിൻ്റെ ഈ വേലത്തരമൊന്നും എന്നോട് വേണ്ട. എനിക്ക് സത്യം അറിയണം. നീ അത് പറ. ഒരു നിമിഷം മിണ്ടാതെ ഇരുന്നു വിജയ. പിന്നെ അവൾ ആ രംഗം ഓർക്കാൻ തുടങ്ങി. രാത്രി ഏകദേശം 8:30 മണിയായി കാണും. ഫിഷറീസ് വകുപ്പിൻ്റെ ഫാമിൻ്റെ തെക്കുഭാഗത്തുള്ള കലുങ്കിൽ ഇരിക്കുകയായിരുന്നു കരടി വാസു. കസ്റ്റമേഴ്സിൽ ചിലർ കൂടി ഇനിയും വരാനുണ്ട്. പെട്ടെന്നാണ് ഹെഡ്ലൈറ്റ് അണച്ച ഒരു സ്കൂട്ടർ അയാൾക്ക് മുന്നിൽ വന്നു നിന്നത്. സ്ഥിരം പാർട്ടിയായിരിക്കും എന്ന് അയാൾ ഓർത്തു. എത്ര വേണം? അണ്ടർവെയറിൻ്റെ പോക്കറ്റിൽ നിന്ന് അയാൾ ഏതാനും പൊതി കഞ്ചാവ് എടുത്തു ആഗതന് നേരെ നീട്ടി. ആ നിമിഷം അത് സംഭവിച്ചു. ആഗതൻ സ്കൂട്ടറിൽ നിന്ന് ഒരു സാധനം വലിച്ചെടുത്ത് ഒറ്റയടി. അയാളുടെ നെഞ്ചിൻ കൂട് ലോക്കായി. തൻ്റെ ശരീരത്തിൽ അനേകം ആണികൾ കയറിയതുപോലെ കരടി എറിഞ്ഞു. പിന്നെ ആഗതൻ ഒറ്റ വലിക്കലായിരുന്നു. ആണി കയറിയ ഭാഗത്തെ മാംസം കൂടി പറഞ്ഞു വന്നു. അലറിക്കൊണ്ട് കരടി വാസു പ്രത്യാക്രമണത്തിന് ഒരുങ്ങി. ഒട്ടും സമയം കളയാതെയും ഒരക്ഷരം മിണ്ടാതെയും ആഗതൻ അടി തുടർന്നു. കരടി വാസു തറയിൽ വീണു. അപ്പോഴും അടി തന്നെ. അയാളുടെ കഴുത്തിന് മുകൾ ഭാഗത്ത് അടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആഗതൻ. അയാൾക്ക് നിലവിളിക്കാനുള്ള ശേഷി നഷ്ടമായി. കുഴിക്കാല ഭാഗത്തു നിന്ന് വരുന്ന ഒരു വാഹനത്തിൻ്റെ വെളിച്ചം തൊട്ടപ്പുറത്തെ വളവിൽ കണ്ടു. വടിയുമായി ആഗതൻ സ്കൂട്ടറിൽ കയറിപ്പോയി. വിജയ പറഞ്ഞു നിർത്തി. നീ പറഞ്ഞതിനിടയിൽ പല ഭാഗങ്ങളിലും ഒരുപാട് മിസ്റ്റേക്കുണ്ട്. ആഗതനല്ല, ആഗതയാണ് കരടിയെ കൈകാര്യം ചെയ്തത്. വിജയ ഒന്ന് ഞെട്ടി. അത് അച്ഛനെങ്ങനെ അറിയാം? നിന്റെ മുഖത്തു നിന്ന് തന്നെ ഞാൻ അതറിഞ്ഞു. ആർക്കും നിന്നെ സംശയം തോന്നത്ത് ഭാഗ്യം. വിജയുടെ മുഖം കുനിഞ്ഞു. എന്താ ഇത്? നീ ആ ചെയ്തത് നല്ല കാര്യമാണ്. നിയമത്തിൻ്റെ വഴി തേടിപ്പോയാൽ കരടിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല.
പക്ഷേ നീ സൂക്ഷിക്കണം. രാജസേനൻ കൂടി നിനക്ക് എതിരായ നിലയ്ക്ക് അവർ ഒത്തുചേർന്ന് നിനക്കെതിരെ തിരിയും. എനിക്കതിൽ പേടിയില്ല അച്ഛാ. പക്ഷെ പേടിക്കണം. വാതിൽക്കൽ നിന്നൊരു ശബ്ദം. ഇരുവരും ഞെട്ടിത്തിരിഞ്ഞു. വാതിൽക്കൽ അനൂപ്. അവനാണെന്ന് അറിഞ്ഞതും വാസുദേവനും വിജയ്ക്കും ആശ്വാസമായി. ഹോ, നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ, വാസുദേവൻ പറഞ്ഞു. ഇടയ്ക്കെങ്കിലും അച്ഛൻ ഇങ്ങനെയൊന്ന് പേടിക്കുന്നത് നല്ലതാ. അവൻ അകത്തേക്ക് കയറി അച്ഛൻ്റെ കിടക്കയുടെ ഒരു കോണിലിരുന്നു. ശേഷം വിജയെ നോക്കി. ഇങ്ങനെ സർവ്വതം മറന്ന് ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ ഇടനാഴിയിലൂടെ പോകുന്നവർ പോലും എല്ലാം കേൾക്കും. കരടിവാസുവേ ഇവിടെ കിടപ്പുള്ളൂ. അവൻ്റെ അമ്മയെങ്ങാനും വിവരം അറിഞ്ഞാൽ അറിയാമല്ലോ അവരെ. പോലീസിൽ പോലും നല്ല പിടിപാടുള്ളവളാണ് അമ്മിണി. SP-യും സംഘവും വീട്ടിൽ കയറി അരിച്ചു പെറുക്കിയിട്ട് പോലും ഒരു നുള്ളു കഞ്ചാവിൻ്റെ പൊടി പോലും കിട്ടിയില്ല. എന്താ കാര്യം വിജയ തിരിച്ചു ചോദിച്ചു. SP റെയ്ഡിന് പുറപ്പെടും മുമ്പേ ആ വിവരം അമ്മിണിക്ക് ചോർത്തി കൊടുക്കാൻ ആളുണ്ടായിരുന്നു. റൂമിൽ അല്പനേരം നിശബ്ദത പരന്നു. അതിനെ തകർത്തത് വാസുദേവനാണ്. അമ്മിണിയെ എനിക്ക് നേരത്തെ അറിയാം, 10-20 വർഷങ്ങൾക്ക് മുന്നേ. അന്ന് ഞാൻ പത്രം തുടങ്ങിയിട്ടേയുള്ളൂ. ഈ അമ്മിണി തന്നെയാണ് ഭർത്താവിനെ ഉറക്കത്തിൽ കൊലപ്പെടുത്തിയതും കെട്ടിത്തൂക്കിയതും. ആ വാർത്ത നമ്മുടെ പത്രത്തിലൊന്ന് അച്ചടിച്ചു പോയി. എന്തായിരുന്നു ബഹളം! കോഴഞ്ചേരിയിൽ വിതരണത്തിന് കൊടുത്ത സകല പത്രങ്ങളും അവർ വിലയ്ക്ക് വാങ്ങി. പിന്നെ നമ്മുടെ ഓഫീസിന് മുന്നിൽ കൊണ്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. വായിൽ വന്ന ചീത്തയ്ക്ക് എന്നെ വിളിച്ചിട്ട് അവസാനം ഒരു താക്കീതും തന്നിട്ടാ പോയത്. വിജയ്ക്ക് അതേക്കുറിച്ച് നേരിയ ഓർമ്മ വന്നു. എന്നിട്ട് അച്ഛൻ എങ്ങനെ പ്രതികരിച്ചു? എങ്ങനെ പ്രതികരിക്കാൻ? അവളൊരു പെണ്ണായി പോയില്ലേ? അല്ലെങ്കിൽ ചവിട്ടി ഞാൻ അടിവയർ കലക്കിയാനെ. വാസുദേവൻ ദീർഘമായി നിശ്വസിച്ചു. അതിനിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അനൂപ് തുടർന്നു. ആഭ്യന്തരമന്ത്രി രാജസേനൻ രാജിവെച്ചു. TV-കാരൊക്കെ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചാനലുകാരും വിജയെ പോലീസ് സൂപ്പർ സ്റ്റാർ ആക്കിയിരിക്കുന്നു. വിജയ്ക്ക് അഭിമാനം തോന്നി. നേരോ? അതെ, പെട്ടെന്ന് വാസുദേവൻ അറിയിച്ചു. എങ്കിൽ ഇനിയാ മോളെ സൂക്ഷിക്കേണ്ടത്. മകൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ രാജസേനൻ ഏത് നാറിയ കളിയും നടത്തും. നീ ആയിരിക്കും അയാളുടെ പ്രധാന ടാർഗറ്റ്. വിജയ്ക്ക് അത് കേട്ടിട്ട് പക്ഷേ പേടി തോന്നിയില്ല. എൻ്റെ പിന്നിൽ ഒരു ഫോഴ്സ് തന്നെയില്ല അച്ഛാ. അയാൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും? ആത്മനിന്ദ കലർന്ന ഒരു ചിരി വാസുദേവൻ്റെ മുഖത്തുണ്ടായി. എന്തും. കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും കള്ളപ്പണക്കാർക്കും കൂട്ടുനിൽക്കാത്ത എത്ര കാക്കിധാരികളുണ്ട് ഇവിടെ. പോലീസുകാർ പോലും സ്വന്തം മതത്തിനെ പരിപോഷിപ്പിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കി വിവരങ്ങൾ കൈമാറുന്ന രാജ്യമായത്. വിജയമിണ്ടിയില്ല. വാസുദേവൻ പറഞ്ഞു. നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. നിനക്ക് ഞങ്ങളൊക്കെയില്ലേ. നിന്റെ മേൽ ഒരു തരി മണ്ണ് പോലും വീഴില്ല. വിജയ പുഞ്ചിരിച്ചു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. അവൾ എഴുന്നേറ്റു. അച്ഛനോട് അനൂപിനോട് യാത്ര പറഞ്ഞു. പോലീസ് വാഹനത്തിന് നേർക്ക് നടക്കുമ്പോൾ ജനറൽ വാർഡിൻ്റെ ഭാഗത്ത് ഒരു ബഹളം. എന്താണെന്നറിയാനുള്ള ജിജ്ഞാസ വിജയ്ക്കുണ്ടായി. അവൾ അവിടേക്ക് ചെന്നു. പോലീസിൻ്റെ ബൊലേറോ മുറ്റത്ത് കിടപ്പുണ്ട്. മെയിൻ റോഡിനരികിൽ രോഗികൾക്ക് ഒപ്പം വന്നവരും ചില ജീവനക്കാരും അകത്തേക്ക് നോക്കി നിൽക്കുന്നു. ഒന്ന് വഴി തന്നേ, ഏറ്റവും പിന്നിൽ നിന്ന ആളിനോട് വിജയ പറഞ്ഞു. അയാൾ തന്നെ മറ്റുള്ളവരെ മാറ്റി വിജയ്ക്ക് അകത്തേക്ക് കിടക്കാനുള്ള വഴിയൊരുക്കി. അകത്തെ വരാന്തയിലായിരുന്നു സംഭവം. അവിടെ 4-5 കോൺസ്റ്റബിൾസ് ഉണ്ട്. എന്നിട്ടും ഒരു സ്ത്രീ ജെയിംസിൻ്റെ കാക്കി ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ചീറുകയാണ്. താനൊക്കെ എവിടുത്തെ പോലീസാടോ? എൻ്റെ മകനെ ആരാണ്ട് തല്ലി ചായച്ചിട്ട് 10-18 മണിക്കൂറായല്ലോ. എന്നിട്ടിതുവരെ അത് ചെയ്തവനെ നിങ്ങൾ പിടിച്ചോ? എന്നിട്ടിപ്പം വന്നിരിക്കുന്നു മൊഴിയെടുക്കാൻ എന്ന പേരും പറഞ്ഞ്. SI ജെയിംസ് വിളറി നിന്നു. വിജയ്ക്ക് ആ സ്ത്രീയെ മനസ്സിലായി. അമ്മിണി, കരടിവാസുവിൻ്റെ അമ്മ. ഒരു സ്ത്രീയെ നോക്കിയാൽ പീഡനമാണെന്ന് പറയുന്ന കാലമാണ്. അതിനാൽ തന്നെ SI ജെയിംസിൻ്റെ ഒപ്പം വന്ന കോൺസ്റ്റബിൾമാർ അവിടെ നിസ്സഹായരായി. ഒരു വനിതാ പോലീസുകാരിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അമ്മിണി ഇപ്പോൾ ലോക്കപ്പിലായേനെ. വാർഡിൻ്റെ വാതിൽക്കലും പുറത്തേക്കുള്ള റോഡിനരികിലും തെങ്ങി നിറഞ്ഞിരിക്കുന്ന ജനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് ജെയിംസ് ഒരുകുകയാണ്. ചേച്ചി, ഞാനൊന്ന് പറയട്ടെ? അയാൾ ശബ്ദം താഴ്ത്തി ദയനീയമായി പറഞ്ഞു. ചേച്ചിയോ? ആരുടെ ചേച്ചി? തൻ്റെ അമ്മ പെറ്റതാണോ എന്നെ? അമ്മിണി ഒന്നുകൂടി ശബ്ദമുയർത്തിക്കൊണ്ട് ചുറ്റും നോക്കി. വാർഡിൻ്റെ വാതിൽക്കൽ നിന്നിരുന്ന ഒരാൾ സെൽഫോണിൽ ഈ രംഗങ്ങളൊക്കെ പകർത്തുന്നത് കണ്ടു. അതോടെ അമ്മിണിയുടെ ദേഷ്യം ദ്വിഗുണീഭവിച്ചു. പടം പിടിക്കൽ മതിയായില്ലെങ്കിൽ വീട്ടിൽ പോയി നിൻ്റെ അമ്മയുടെ പടം കൂടി കുറച്ച് പിടിക്കറ പട്ടി. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വാ, നല്ല ഒന്നാന്തരം സീൻ കാണിച്ചു തരാൻ ഞാൻ. എന്നിട്ട് അത് കൊണ്ടുപോയി ഫേസ്ബുക്കിലിട്ട് ലൈക്ക് അടിക്കറ. അതോടെ മൊബൈൽക്കാരൻ പിൻവലിച്ചു. അമ്മിണി വീണ്ടും SIക്ക് നേരെ തിരിഞ്ഞു. തനിക്കറിയാം എൻ്റെ മോനെ തല്ലിയത് ആരാണെന്ന്. എൻ്റെ ചെറുക്കൻ്റെ കിടപ്പ് കണ്ടോ? അവർ വാർഡിൻ്റെ വാതിൽക്കലുണ്ടായിരുന്ന ബെഡിന് നേർക്ക് കൈ ചൂണ്ടി. ആണി കയറാൻ ഇനി ഏതെങ്കിലും ഭാഗമുണ്ടോ എന്ന് നോക്കടോ. താൻ പറഞ്ഞതാ എൻ്റെ മോൻ്റെ ശത്രുവിനെ. ഞാൻ പിടിച്ചോളാം അവനെ. അതിനെനിക്ക് ഒരു പോലീസിൻ്റെ സഹായം വേണ്ട. അവന് കൊടുക്കേണ്ട ശിക്ഷയും ഞാൻ തന്നെ കൊടുത്തോളാം. അമ്മിണി ജെയിംസിനെ ഒന്നുകൂടി പിടിച്ചു കുലുക്കി. ഇനി ഈ സ്ത്രീയെ ഇങ്ങനെ ഷോ കാണിക്കാൻ അനുവദിച്ചുകൂടെന്ന് വിജയുടെ മനസ്സ് പറഞ്ഞു. അവൾ പിങ്ക് പോലീസിൻ്റെ ടൊയോട്ടയിലിരിക്കുന്ന തൻ്റെ വനിതാ പോലീസിനെ ഫോൺ ചെയ്ത് വേഗം ജനറൽ വാർഡിലേക്ക് വരുവാൻ നിർദ്ദേശിച്ചു. തുടർന്ന് SIക്ക് അമ്മിണിക്ക് നേരെ നടന്നു. നിസ്സഹായരായി നിൽക്കുന്ന പോലീസുകാരെ കടന്ന് അമ്മിണിക്ക് മുന്നിലെത്തി. അമ്മിണി, സാറിൻ്റെ ഷർട്ടേന്ന് വിട്. പിടിവിടാതെ അമ്മിണി വിജയ്ക്ക് നേരെ തിരിഞ്ഞു. എന്നോട് കൽപ്പിക്കാൻ നീ ആരാടി? പോലീസുകാരി? ഇങ്ങേരുടെ കെട്ടിയോളോ അതോ കാമുകിയോ വെപ്പാട്ടിയോ?
വിജയുടെ സർവാംഗം വിറഞ്ഞു തുള്ളി. പിന്നെ അവൾ മുൻപിൽ നോക്കിയില്ല. മുന്നോട്ട് കുതിച്ചതും ഒറ്റയടി അമ്മണിയുടെ ഇടത് കവിൾ ചേർത്ത്. എടി! അറിയാതെ അമ്മണിയുടെ കൈ അയഞ്ഞു. ഈ തക്കത്തിന് ജെയിംസ് പിന്നോട്ട് മാറി. അമ്മണി കവിളിൽ തഴുകിക്കൊണ്ട് ചീറി. നീ എന്നെ അടിച്ചു അല്ലേ? ഇതിന് നിന്നോട് കണക്ക് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പേര് അമ്മണിയെന്നല്ല. ബെഡിൽ എല്ലാം കണ്ട് നിസ്സഹായനായി കിടക്കയായിരുന്ന കരടിവാസു വിളിച്ചു പറഞ്ഞു. അമ്മേ, വിടരുത് അവളെ. ചവിട്ടിക്കുട്ടി പുറത്തേക്ക് വലിച്ചെറി. പുച്ഛഭാവത്തിൽ വിജയ തിരിഞ്ഞ് അയാളെ നോക്കി. ഇന്നലെ നിന്നെ ആരാണ്ട് ചവിട്ടിക്കുട്ടിയപ്പോൾ ഈ വീര്യമൊക്കെ എവിടെ പോയടാ? അതോടെ വാസുവിൻ്റെ നാവടങ്ങി. വിജയുടെ ശ്രദ്ധ തന്നിൽ നിന്ന് മാറിയെന്ന് മനസ്സിലായതും അമ്മണി അവൾക്ക് നേരെ പ്രത്യാക്രമണം നടത്താനൊരുങ്ങി. പക്ഷേ തൻ്റെ മുഖത്തിന് നേർക്ക് ചീറി വന്ന മുഷ്ടിയിൽ നിന്ന് വിജയ താഴേക്ക് കുനിഞ്ഞു. തെന്നി മാറി. അടുത്ത നിമിഷം അവൾ അമ്മണിയുടെ കയ്യിൽ കടന്നു പിടിക്കുകയും ഒന്ന് ശക്തമായി തിരിക്കുകയും ചെയ്തു. ഹാ! വേദന കൊണ്ട് പൊളഞ്ഞ് അമ്മണി കറങ്ങി. വിജയ പിടിച്ച അവരുടെ കൈ ഇപ്പോൾ പിന്നിലായി. വിജയ ആ നിലയിൽ തന്നെ അവരുടെ അടുത്ത കൈയും പിന്നിലേക്ക് തിരിച്ചു ചേർത്തു. അപ്പോഴേക്കും വനിതാ കോൺസ്റ്റബിൾ പാഞ്ഞെത്തി. നിർമ്മല, ടേക്ക് കെയർ. വിജയ അമ്മണിയെ വനിതാ പോലീസുകാർക്ക് നേരെ തള്ളി. നിർമ്മലയും ശാന്തിനിയും അവരുടെ ഒരു കൈയിലും സുമവും അമലയും അവരുടെ മറുകൈയിലും പിടിമുറുക്കി. എന്നിട്ടും അമ്മണി കുതറിക്കൊണ്ടിരുന്നു. എന്നെ തൊട്ട എല്ലാ അവളുമാർക്കും ഉള്ള പണി വെച്ചിട്ടുണ്ട് ഞാൻ. കാതൽ നുള്ളിക്കോടി ഓരോ. പിന്നെ അമ്മണി പറഞ്ഞത് കേട്ടാലറിക്കുന്ന ഒരു പുഴുത്തത്തെറിയാണ്. ജനങ്ങൾ അത് കേട്ട് അമ്മണിയെ കൂക്കി വിളിച്ചു. അമ്മണി അവരെയും ചീത്ത വിളിച്ചു. ബലപ്രയോഗത്തിലൂടെ തന്നെ വനിതാ കോൺസ്റ്റബിൾസ് അവരെ ജീപ്പിൽ കയറ്റി. വിജയ, താങ്ക്സ്. SI ജെയിംസ് അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. വേണ്ട സാറേ, താങ്ക്സ് ഒക്കെ സാറ് തന്നെ വെച്ചോ. ഇന്നലെ സ്റ്റേഷനിൽ വെച്ച് രാഹുലിന് വേണ്ടി ഒരുപാട് വാദിച്ചവനല്ലേ സാറ്? ആ രാഹുലിൻ്റെ അച്ഛൻ്റെ പറ്റുപടിക്കാരാ ഈ സ്ത്രീയും അവിടെ കിടക്കുന്ന കരടി വാസുവും. ഇതാ സാറേ പറയുന്നത്, പാമ്പിന് പാല് കൊടുക്കരുതെന്ന്. വിജയ പിന്തിരിഞ്ഞു. ജെയിംസും ഒപ്പം വന്നു. ഈ സമയത്ത് വിജയ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ നാറിപ്പോയേനെ. വിജയ്ക്ക് ചിരി വന്നു. ഇതിൽ കൂടുതൽ ഇനി എന്ത് നാറാന സാറേ? അവരെ എത്ര നേരം സാറിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചീത്ത വിളിച്ചു. ഒന്ന് പ്രതികരിക്കാനെങ്കിലും സാറിന് കഴിഞ്ഞോ? ജെയിംസ് ഒന്നുകൂടി വിളറി. വിജയ് തുടർന്നു. ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് സാറ് ഈ അപമാനം ഏറ്റുവാങ്ങിയതെന്ന് ഓർക്കണം. എത്ര പേര് അതിൻ്റെ ഫോട്ടോകളോ വീഡിയോയോ എടുത്തിട്ടുണ്ട് എന്നത് അറിയാമോ? അതൊക്കെ ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും എത്തിപ്പെട്ടിരിക്കും. അത് കാണുന്നവർ സാറിനെ കുറിച്ച് എന്ത് കരുതും? അറിയാതെ ജെയിംസിൻ്റെ തല കുനിഞ്ഞു. അയാൾക്ക് കേൾക്കാൻ പാകത്തിൽ മാത്രമാണ് വിജയ സംസാരിച്ചത്. അവൾ തന്നെ തുടർന്നു. ഞാൻ ചെയ്തത് എൻ്റെ ഡ്യൂട്ടി, അത്രമാത്രം കരുതിയാൽ മതി. ഒരു സബോർഡിനേറ്റിനെ കൈകാര്യം ചെയ്യുന്നത് അത് പുരുഷനാണെങ്കിൽ പോലും ഞാൻ നോക്കി നിൽക്കില്ല. കാരണം ചങ്കുറുപ്പുള്ള ഒരച്ഛനിൽ നിന്നാണ് ഞാൻ ഓരോ പാഠവും പഠിച്ചത്. വിജയ പ്ലീസ്, ജെയിംസ് ദയനീയമായി വിളിച്ചു. ഇല്ല, ഞാനിനി ഒന്നും പറയുന്നില്ല. ജനറൽ വാർഡിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ തന്നെ പരിഹാസഭാവത്തോടെ ജനങ്ങൾ നോക്കുന്നത് അയാൾ കണ്ടു. ജെയിംസ് പിന്നെ ആരെയും ശ്രദ്ധിച്ചില്ല. അയാൾ ബൊലേറോയിൽ കയറാൻ ഭാവിച്ചപ്പോൾ വിജയ ഓർമ്മപ്പെടുത്തി. പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ചു തരുന്ന ജോലി മാത്രമേ ഞങ്ങൾ പിങ്ക് പോലീസിനുള്ളൂ. കേസെടുക്കേണ്ടത് നിങ്ങളാണ്. മിക്കവാറും നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. അതിനു മുന്നേ മുകളിൽ നിന്ന് വിളി വന്നേക്കാം. വിജയെ ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ ജെയിംസ് ബൊലേറോയിൽ കയറി. വിജയ ടൊയോട്ടയിലും 2 വാഹനങ്ങളിലും മുന്നിലും പിന്നിലുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പിൻസീറ്റിലിരുന്ന് അമ്മണി വിജയെ ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ പേര് അമ്മണി എന്നാണെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ പുറത്തു വന്നിരിക്കുമടി. പിന്നെ നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട്, നിൻ്റെ വീട്ടിൽ നേരിട്ട് വന്ന്. നീ ആ പത്രക്കാരൻ വാസുദേവൻ്റെ മകള് തന്നെയാണല്ലോ. കോപത്തോടെ വിജയ സീറ്റിൽ നിന്ന് പിന്നോട്ട് തിരിഞ്ഞു. അതെടി, അല്ലാതെ നിന്നെപ്പോലെ ദിവസവും പേര് മാറ്റി പറയാൻ എനിക്ക് ഒരുപാട് അച്ഛന്മാരില്ല. നീ എന്താടി പറഞ്ഞത്? അമ്മണി സീറ്റിൽ മുന്നോട്ടാഞ്ഞു. വിജയ്ക്ക് കലശലായ കോപതാപങ്ങളുണ്ടായി. നാവടക്കിയിരിക്കടി. സീറ്റിൽ നിന്ന് ഒന്നുയർന്ന് വിജയ കൈ ചുരുട്ടി പിന്നിലേക്ക് ഒറ്റയിടി. അമ്മണിയുടെ കഴുത്തിനും നെഞ്ചിനുമിടയിൽ. അയ്യോ! അമ്മണി ഞരങ്ങി സീറ്റിലേക്ക് മലർന്നു. അവർ കഴുത്തിൽ തടവിക്കൊണ്ട് ചുമയ്ക്കാൻ തുടങ്ങി. ഒപ്പമുണ്ടായിരുന്ന വനിതാ കോൺസ്റ്റബിൾ പോലും വിജയുടെ രൗദ്രഭാവത്തിനു മുന്നിൽ അമ്പരന്നിരുന്നു. വിജയുടെ കടിച്ചമർത്തിയ പല്ലുകൾക്ക് ഇടയിലൂടെ ചതഞ്ഞറിഞ്ഞ വാക്കുകൾ പുറത്തു ചാടി. ഇനി നിന്റെ വൃത്തികെട്ട നാവ് ചലിപ്പിക്കാൻ ശ്രമിച്ചാൽ അണ്ണാക്കിലൂടെ വരുന്നത് കൊഴുത്ത ചോരയായിരിക്കും. വനിതാ പോലീസുകാർ ഇതുവരെ ആരെയും മർദ്ദിച്ച് കൊന്നതായി കേസുണ്ടായിട്ടില്ല. എന്നാൽ നീ കാരണം എനിക്ക് അങ്ങനെയൊരു പേരുദോഷം ഉണ്ടാക്കും. അമ്മണി പിന്നെ ശബ്ദിച്ചില്ല. ഇടയ്ക്കിടെ ചുമച്ചുകൊണ്ടിരുന്നു. പോലീസ് സ്റ്റേഷനിൽ അമ്മണിയെ എത്തിച്ച ശേഷം വിജയും സംഘവും മടങ്ങി. സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ കോൺസ്റ്റബിൾ അമ്മണിയെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. SI ജെയിംസ് തൻ്റെ ക്യാബിനിലേക്ക് കയറി. അപമാനഭാരത്താൽ തളർന്ന് കസേരയിലേക്ക് വീണു. അടുത്ത നിമിഷം അയാളുടെ സെൽഫോൺ ഇരമ്പി. ജെയിംസ് അതെടുത്ത് നോക്കി. DYSP അനിരുദ്ധൻ. സർ, അയാൾ കാൾ അറ്റൻഡ് ചെയ്തു. താൻ എന്താടോ കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് മകനെ കാണാനെത്തിയ ഒരു സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തെന്ന് കേട്ടല്ലോ. സാർ, ഞാൻ അടിപിടി കേസിൽ ഹോസ്പിറ്റലിലായ ഒരാളുടെ മൊഴിയെടുക്കാൻ പോയതാണ്. അവിടെ വെച്ച് ആ സ്ത്രീ എന്നെ ബാക്കി പറയുവാൻ സമ്മതിച്ചില്ല അനിരുദ്ധൻ. ആ, പറഞ്ഞത് മതി. എല്ലാം ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ കണ്ടു കഴിഞ്ഞു. സംഗതി കൂടുതൽ വഷളാക്കി താൻ കുറേ കൂടി നാറാതെ അവളെ അങ്ങ് വിട്ടേര്. സാർ, ജെയിംസിൻ്റെ ഒച്ച തൊണ്ടയിൽ കുരുങ്ങി. താൻ എന്താണ് മിണ്ടാത്തത്? മറുതലയ്ക്കിൽ നിന്നും DYSP അനിരുദ്ധൻ്റെ ശബ്ദം. വല്ല വിധാനയും ജെയിംസ് ശബ്ദം വീണ്ടെടുത്തു. സാർ,
അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ച സ്ത്രീയെ വെറുതെ വിടാൻ പറഞ്ഞാൽ? അപ്പുറത്തു നിന്ന് അടക്കിയ ചിരി കേട്ടു. ജെയിംസേ, നിന്റെ വലയിൽ നിന്ന് അവൾ പുല്ല് പോലെ പൊട്ടിച്ചു പോകും. അതിൻ്റെ ക്ഷീണം നിനക്ക് തന്നെ ആയിരിക്കും. അവളുടെ ശരിക്കുള്ള പവർ ഇതുവരെയും നിനക്ക് പിടികിട്ടിയിട്ടില്ല. മാറുന്നത് നീ മാത്രമായിരിക്കില്ല, ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായിരിക്കും. അറിയാമല്ലോ, കുറേ കാലമായി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കഷ്ടകാലമാണോ. ഒന്ന് തീരുന്നതിന് മുമ്പ് മറ്റൊന്ന്. ഇങ്ങനെ പോയാൽ നമ്മളെ ജനങ്ങളെ കയറി കൈകാര്യം ചെയ്യാൻ അധിക കാലം വേണ്ടി വരില്ല. ഓ, താൻ ഞാൻ പറഞ്ഞതുപോലെ അതങ്ങ് ചെയ്തേര്. അപ്പുറത്ത് കാൾ മുറിഞ്ഞു. അനന്തര കരുണീയത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരു നിമിഷം പകച്ചു പോയി ഇരുന്നു ജെയിംസ്. വനിതാ SI വിജയ പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കുന്നു. ഇത്രയും കാലം താൻ രാഷ്ട്രീയക്കാരുടെ മൂട് താങ്ങിയതിന് കിട്ടിയ പ്രതിഫലം. അസ്വസ്ഥതയോടെ ജെയിംസ് ബസർ അമർത്തി. ഒരു കോൺസ്റ്റബിൾ ഹാഫ് ഡോർ പകുതി തുറന്ന് തലനീട്ടി. സാർ, ഒരു കോൺസ്റ്റബിളിനോട് ഇങ്ങോട്ട് വരാൻ പറ. അരമിനിറ്റ് കഴിഞ്ഞപ്പോൾ CPO വിജയമ്മ അയാൾക്ക് മുന്നിലെത്തി. ടെൻഷനായി. അവരെന്ത് പറയുന്നു വിജയമ്മേ? ആ അമ്മിണി. അവർ ഇപ്പോഴും നീറുപോലെ നിൽക്കുകയാ സാറേ. വേണമെങ്കിൽ ഞങ്ങളെപ്പോലും കൈകാര്യം ചെയ്ത് കളയുമെന്ന മട്ടിൽ. ജെയിംസ് കടുപ്പിച്ചു മൂളി. ആ, അവരെ റിലീസ് ചെയ്തേര് സാർ. വിജയമ്മ അമ്പരന്നു. ഇത്രയുമൊക്കെ കാട്ടിക്കൂട്ടിയവളെ? ആ, ജെയിംസ് കൈ ഉയർത്തി. മുകളിലുള്ള തമ്പുരാക്കന്മാർക്ക് ഇരിക്കപ്പുറതിയില്ലായിരിക്കുന്നു. അവരെ വിടാഞ്ഞിട്ട്. അവർക്ക് ചൊറിച്ചിൽ കൂടുതലുണ്ടാകുന്നതിന് മുമ്പ് വിട്ടയച്ചേര് സാർ. അർദ്ധ മനസ്സോടെ വിജയമ്മ ഇറങ്ങിപ്പോയി. 10 സെക്കൻഡിനുള്ളിൽ ഹാഫ് ഡോർ തുറക്കപ്പെട്ടപ്പോൾ ജെയിംസ് തല ഉയർത്തി. മുന്നിൽ അമ്മിണി സംഹാര രുദ്രയെ പോലെ. എടോ പീറ SI, എൻ്റെ പിടിപ്പാട് അങ്ങ് മുകളിൽ എവിടെ വരെയുണ്ടെന്ന് തനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. താൻ കൂടുതൽ പഠിക്കാൻ പോകുന്നതേയുള്ളൂ. ഇറങ്ങിപ്പോടി. മേശയിൽ ശക്തിയെ അടിച്ചുകൊണ്ട് കസേര പിന്നോട്ട് തള്ളി ജെയിംസ് ചാടി എണീറ്റു. ഇനി ഇവിടെ നിന്ന് നീ കുരച്ചാൽ ഒരു സ്ത്രീ എന്നുള്ള യാതൊരു പരിഗണനയും നിനക്ക് ഞാൻ തരില്ല. കത്തിയെറിയുന്നത് പോലെ തോന്നി ജെയിംസിൻ്റെ കണ്ണുകൾ. പക്ഷേ അമ്മിണി ഒട്ടും പതറിയില്ല. നിങ്ങളെക്കാൾ ഒരുപാട് മുന്തിയ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് സാറേ, പലവട്ടം. എനിക്ക് 18 തികയും മുമ്പ് അന്ന് ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴ്. അമ്മിണി ഇടുപ്പിൽ കൈകൾ അമർത്തി ഒരു പ്രത്യേക ഭാവത്തിൽ നിന്നു. ശേഷം തുടർന്നു. പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ടും ഞാൻ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത് എന്നാവും സാറ് ചിന്തിക്കുന്നത്. അതെ, ഒരു രഹസ്യം പറയാനാ. അമ്മിണി 2 ചൂടുകൂടി മുന്നോട്ട് വച്ചു. മേശയുടെ വിളുമ്പിൽ കൈകൾ കുത്തി മുന്നോട്ട് ആഞ്ഞു നിന്നു. ശേഷം ശബ്ദം താഴ്ത്തി. ഞാനൊരു രഹസ്യം പറയാൻ പോകുകയാ. നാളെ ഈ നേരത്തിനുള്ളിൽ നിങ്ങളുടെ തലയിൽ വയ്ക്കുന്ന ഈ തൊപ്പിയുണ്ടല്ലോ, ഇതങ്ങ് ഊരി വയ്പ്പിക്കും ഞാൻ. അവർ മേശപ്പുറത്തിരുന്ന ക്യാപ്പിലേക്ക് ആംഗ്യം കാട്ടി. അല്ലെങ്കിൽ സാറ് എൻ്റെ പേര് ഏതെങ്കിലും പട്ടിക്കിട്ടോ. എടി. ജെയിംസ് ആകെ പുകഞ്ഞു കത്തി. പോടാ. ചുണ്ടുകൊട്ടി പറഞ്ഞുകൊണ്ട് അമ്മിണി വെട്ടിത്തിരിഞ്ഞു. ഹാഫ് ഡോറിന് പുറത്ത് അകത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു മറ്റ് പോലീസുകാർ. അമ്മിണി ഹാഫ് ഡോർ വലിച്ച് ഇരുവശത്തേക്ക് തുറന്നു. പിന്നെ പുറത്തു നിന്നവരെ നോക്കി കണ്ണിറക്കി. അവർ അറിയാതെ ഇരുവശത്തേക്ക് മാറി. ആ വഴിയെ അമ്മിണി പോയി. ഷിറ്റ്. കടപ്പല്ലമർത്തിക്കൊണ്ട് ജെയിംസ് കൈ ചുരുട്ടി മേശയിലിടിച്ചു. സമയം രാത്രി 9 മണി. ജെയിംസ് ക്വാർട്ടേഴ്സിലേക്ക് പോകാനായി തൻ്റെ ബുള്ളറ്റ് ബൈക്കിൽ കയറി. നാൽക്കാലിക്കലാണ് അയാൾ താമസിക്കുന്നത്. ബുള്ളറ്റ് പന്തള റോഡിലേക്ക് തിരിഞ്ഞു. എഞ്ചിനീയറിംഗ് കോളേജ് ജംഗ്ഷൻ പിന്നിട്ട് തൊട്ടടുത്ത വളവിലെത്തി. അടുത്ത നിമിഷം ഒരു നേന്ത്രക്കൊലയുടെ തട കറങ്ങി റോഡിൽ വീണു. അപ്രതീക്ഷിതമായിരുന്നു അത്. ജെയിംസ് ബൈക്ക് വെട്ടിച്ചു മാറ്റാനുള്ള നേരം കിട്ടിയില്ല. വാൾത്തടയിൽ കയറിയ ബൈക്കിൻ്റെ മുൻചക്രം പാളി. അയാൾ ബൈക്കിനൊപ്പം ഇടത്തേക്ക് വീണു. ആ ക്ഷണം ഇരുളിൽ നിന്ന് 4-5 പേർ ചാടി വീണു. ഒരാൾ ബൈക്ക് അനായാസം ഉയർത്തി. 3 പേർ ജെയിംസിനെ വട്ടം പിടിച്ചു. ഒരാൾ അയാളുടെ മുഖത്ത് ഒരു കർച്ചീഫ് അമർത്തി. അതോടെ ജെയിംസിൻ്റെ ബോധം പോയി. പെട്ടെന്ന് ഒരു ടാറ്റ സുമോ വാൻ വന്ന് ബ്രേക്കിട്ടു. അതിൻ്റെ പിൻഡോർ തുറക്കപ്പെട്ടു. SIയെ തൂക്കിയെടുത്ത് അവർ അതിനുള്ളിലേക്ക് എറിഞ്ഞു. ഒപ്പം 4 പേരും കയറി. 5-ാമൻ ജെയിംസിൻ്റെ ബൈക്കിലും. നിമിഷനേരം കൊണ്ട് സുമോയും പിന്നിലെ ബൈക്കും പാഞ്ഞകന്നു. എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നിയ സമീപത്തെ വീട്ടുകാർ ഇറങ്ങി നോക്കിയപ്പോഴേക്കും അക്രമി സംഘം SI ജെയിംസിനെയും കൊണ്ട് ആൽത്ര ജംഗ്ഷൻ പിന്നിട്ടിരുന്നു. മുഖത്തേക്ക് വെള്ളം വീണപ്പോൾ ജെയിംസ് കണ്ണു തുറന്നു. ആദ്യം കണ്ടത് ഒരു ഓടുപാകിയ ഒരു പുരയുടെ മേൽക്കൂരയാണ്. അയാൾ അമ്പരന്നു. താൻ എവിടെയാണ്? മിന്നൽ പോലെ അയാളുടെ തലച്ചോറിൽ ആരംഗം തെളിഞ്ഞു. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിന് അടുത്തുവെച്ച് തൻ്റെ നേരെ ഉണ്ടായ അറ്റാക്ക്. ജെയിംസ് ചാടി എഴുന്നേറ്റു. അടുത്ത നിമിഷം അയാൾ അറിഞ്ഞു താൻ അർദ്ധനഗ്നനാണ്. കാക്കി യൂണിഫോമിന് പകരം അരയിൽ ഒരു ലുങ്കി മാത്രം. തൊട്ടരികിൽ ഒരു ചിരി പെട്ടെന്ന് കേട്ടു. ജെയിംസ് നടുങ്ങി തിരിഞ്ഞു. അമ്മിണി സ്ഥാനഭ്രംശം വന്ന വസ്ത്രങ്ങളുമായി കിടക്കയിൽ തൻ്റെ അരികിൽ. എടി. ജെയിംസ് ഒച്ച ഉയർത്തി. അലറിയിട്ടും വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല സാറേ. നമ്മൾ 2 പേരും ഈ കട്ടിലിൽ കിടക്കുന്നതിൻ്റെ ഫോട്ടോ പല പോസിൽ പിള്ളേരെ എടുത്തിട്ടുണ്ട്. ജെയിംസിന് താൻ അകപ്പെട്ടിരിക്കുന്ന ചതിയുടെ വല പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അയാൾ കുടുകുടെ വിയർത്തു. വിജയഭാവത്തിൽ അമ്മിണി ചിരിച്ചു. ഇതാ സാറേ അമ്മിണി. ഒരാളെ നാറ്റിക്കുമെന്ന് വിചാരിച്ചു പോയാൽ സാക്ഷാൽ ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നു പറഞ്ഞാലും ഞാനത് അനുസരിക്കില്ല. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. സാറ് കേട്ടിട്ടുണ്ടാവും എൻ്റെ ഭർത്താവിനെ ഞാൻ കൊന്നു കെട്ടി തൂക്കിയതാണെന്ന്. അത് നേരാ. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയ അങ്ങേരെ ഒഴിവാക്കുക മാത്രമായിരുന്നു എൻ്റെ മുന്നിലുള്ള മാർഗം. അമ്പരപ്പിൽ അമ്മിണിയെ തുറച്ചു നോക്കിയിരുന്നു ജെയിംസ്. അതിനിടെ വാക്കുകൾ ചിതറി. നീ കളിച്ചത് ഒരു പോലീസ് ഓഫീസറോടാണ്. മറക്കണ്ട. തീ പൊള്ളും.
അമ്മിണി ഇത്തിരി ഉച്ചത്തിൽ ചിരിച്ചു. എന്ത് പോലീസ്? എൻ്റെ മുന്നിൽ ഈ ലോകത്ത് 2 കൂട്ടരേ ഉള്ളൂ, ആണും പെണ്ണും. ഈ പോലീസ് എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് മഹാസംഭവമാണോ? ഏതായാലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ. ഇനിയോട്ട് തോന്നത്തുമില്ല. സാറിൻ്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് നടന്നിരിക്കും. അമ്മിണിയുടെ വാക്കുകൾക്ക് മൂർച്ചയേറി. അതല്ല, തൻ്റെ അധികാരവും പവറും വെച്ച് ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടാനോ ഒന്നുകൂടി എന്നെ അറസ്റ്റ് ചെയ്യാനോ ശ്രമിച്ചു നോക്ക്. എന്തു പറയണമെന്ന് അറിയില്ല ജെയിംസിന്. അമ്മിണിയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം, അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മനസ്സിൽ. അവരുടെ ശബ്ദം തീപ്പൊട്ടുകളായി ചീറി വന്നു. അമ്മിണിക്ക് യാതൊരു നാണക്കേടുമില്ല സാറേ. അതൊക്കെ നിങ്ങൾക്കേയുള്ളൂ. സാറ് എന്നെ തേടി വന്നതാണെന്ന് പുഷ്പം പോലെ തെളിയിക്കാൻ എനിക്ക് കഴിയും. സാറിൻ്റെ ബൈക്ക് എൻ്റെ മുറ്റത്തെ നേന്ത്രവാഴയുടെ ചുവട്ടിൽ വച്ചിട്ടുണ്ട്. അത് സാർ ഇവിടെ വന്നു എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ്. പിന്നെ എൻ്റെ മൊഴി എല്ലാം കൂടി ഒന്ന് ചേരുമ്പോൾ സാറ് പണ്ട് എനിക്ക് കണക്കിന് കിട്ടിയ മാർക്കിന് തുല്യം. മൊട്ട. അമ്മിണിയുടെ കവിളടക്കം ഒന്ന് പൊട്ടിക്കാനുള്ള ആവേശം തോന്നി ജെയിംസിന്. പക്ഷേ പാടില്ലല്ലോ. ഈ ചെകുത്താൻ്റെ സന്തതി ഇനിയും എന്തൊക്കെ കെണികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ആരറിഞ്ഞു? അയാളുടെ മനോഗത അറിഞ്ഞതുപോലെ അമ്മിണി ജെയിംസിനെ ഒന്ന് തോണ്ടി. എന്നെ തല്ലണമെന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും തോന്നുന്നുണ്ട് അല്ലേ? ജെയിംസ് മിണ്ടിയില്ല. പകരം തൻ്റെ സെൽഫോണിനായി ചുറ്റും നോക്കി. ഫോണാണോ? തന്നേക്കാം, പക്ഷേ അല്പം താമസമുണ്ട്. അമ്മിണി അഴിഞ്ഞുകിടന്ന മുടി വാരി പിന്നിൽ കെട്ടി. പെട്ടെന്ന് ജെയിംസ് അവരെ കിടക്കയിലേക്ക് തള്ളിയിട്ട് കുതിച്ചുയർന്നു. കാലുകൾ ചിറകുകളാക്കി അയാൾ വാതിൽക്കിലേക്ക് പാഞ്ഞു. പിന്നിൽ അമ്മിണിയുടെ ചിരി കേട്ടു. സാറ് ഒരു പുരുഷനാണെങ്കിൽ രക്ഷപ്പെട്ടു പോയിക്കോ. അത് ശ്രദ്ധിക്കാതെ ജെയിംസ് വാതിൽ വലിച്ചു തുറന്നു. പുറത്തേക്ക് കാൽ വയ്ക്കാൻ ഭാവിച്ച അയാൾ തീയിൽ ചവിട്ടിയതുപോലെ പിന്നോട്ടാഞ്ഞു. എന്താ സാറേ, പോകുന്നില്ലേ? കട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് അമ്മിണി ജെയിംസിനെ പരിഹസിച്ചു. അയാൾ അവരുടെ മുഖത്തേക്ക് പുറത്തേക്ക് മാറി മാറി നോക്കി. പുറത്ത് ഏതാണ്ട് 25ഓളം ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കം. പുരുഷന്മാരുടെ കൈകളിൽ കുറുവടികൾ പോലെ എന്തോ കണ്ടു. ഏറ്റവും അമ്പരിപ്പിച്ചത് മറ്റൊരു കാഴ്ചയാണ്. തൻ്റെ തൊപ്പി ഒരു ചെറുപ്പക്കാരൻ തലയിൽ വച്ചിരിക്കുന്നു. മറ്റൊരാൾ മൊബൈലിൽ ആ ഫോട്ടോ പകർത്തുന്നു. എടാ, ജെയിംസിൻ്റെ സർവ്വനിയന്ത്രണവും പോയി. മര്യാദയ്ക്ക് എൻ്റെ തൊപ്പി തടാ. അവിടെ നിന്നവർ ഒന്നടങ്കം ചിരിച്ചു. യാതൊരു കൂസലുമില്ലാതെ ചെറുപ്പക്കാരൻ നെഞ്ചു വിരിച്ചു നിന്നു. തന്നില്ലെങ്കിൽ താൻ എന്നാ ചെയ്യും? മൂക്കിൽ കയറ്റുമോ? അതോ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് ഉരുട്ടി കൊല്ലുമോ? പറ മോനെ ദിനേശ. അവൻ 2 അടി മുന്നോട്ട് നീങ്ങി നിന്നു. ജെയിംസ് അടിമുടി വിറഞ്ഞു തുള്ളി. ചെറുപ്പക്കാരൻ തുടർന്നു. ഈ തൊപ്പിയും താൻ ധരിച്ചിരിക്കുന്ന യൂണിഫോമൊക്കെ തനിക്ക് അമ്മാവിയപ്പൻ ശ്രീധനത്തിൻ്റെ കൂട്ടത്തിൽ തന്നതൊന്നുമല്ലല്ലോ. ഇതേ ഞങ്ങൾ പാവങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിയതാ. അപ്പം പിന്നെ ഞങ്ങളും കൂടി ഇതൊന്നു വച്ചാൽ കുഴപ്പമില്ല. മറ്റുള്ളവർ അവനെ പിന്തുണച്ചു. എടാ വിനോദേ, നിന്നെ പോലീസിലെടുത്തടാ. ഇനി പത്രക്കാരും ചാനലുകാരും കൂടി വന്നാൽ നിനക്ക് പ്രൊമോഷൻ ഉറപ്പാ, ഒരാൾ വിളിച്ചു പറഞ്ഞു. അപകടത്തിൻ്റെ ഭീകരത ജെയിംസ് മണത്തു. വാതിലിൻ്റെ തടികളിൽ കൈ അമർത്തി അയാൾ നിശ്ചലം നിന്നു. വിനോദ് പറഞ്ഞു. അല്ലെങ്കിൽ സാറിന് തൊപ്പി തന്നേക്കാം, പക്ഷേ ഞങ്ങളെ തല്ലി തോൽപ്പിക്കണം. ജെയിംസ് ചുറ്റും കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു. മുതിർന്ന പുരുഷന്മാർ തന്നെ 10-ലധികമുണ്ട്. അവരുടെ കയ്യിൽ കുറുവടികളും. താൻ പരാജയപ്പെട്ടു പോകും. എന്താ സാറേ, അരക്കൈ നോക്കുന്നില്ലേ? അവർ കുറുവടികൾ ഉയർത്തി വെല്ലുവിളിച്ചു. ജെയിംസിൻ്റെ തല കുനിഞ്ഞു. വിവശനായി അയാൾ പിന്നോട്ട് മാറി. അവിടെ കിടന്നിരുന്ന ഒരു കസേരയിലേക്ക് വീഴും പോലെ ഇരുന്നു. പുറത്ത് നിന്നിരുന്നവരിൽ ആരോ വന്ന് വാതിലിൽ വലിച്ചടച്ചു. പുറത്തുനിന്ന് ലോക്കിട്ടു. എന്ത് ചെയ്യണമെന്ന് യാതൊരു ഊഹവും കിട്ടിയില്ല ജെയിംസിന്. അമ്മിണിയെ ഒന്ന് നോക്കാൻ കൂടി അയാൾ ഭയന്നു. അമ്മിണി എഴുന്നേറ്റ് തൊട്ട് മുന്നിലെത്തി. സാറിന് ദാഹിക്കുന്നുണ്ടോ? നല്ല നാടൻ വാറ്റുചാരായം ഇരിപ്പുണ്ട്. അതല്ലെങ്കിൽ സ്കോച്ച്. എൻ്റെ കയ്യിൽ സ്കോച്ച് വന്നത് എങ്ങനെയെന്നൊന്നും സാർ ചിന്തിക്കേണ്ട. അമ്മിണി സഹായിച്ചിട്ടുള്ള സാറന്മാർ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും. എരിയുന്ന കണ്ണുകളോടെ ജെയിംസ് അമ്മിണിയെ നോക്കി. വേണ്ടെങ്കിൽ വേണ്ട. അമ്മിണിയുടെ അടുത്ത് വന്നിട്ട് പിന്നെ സൽക്കരിച്ചില്ല എന്ന് മാത്രം പറഞ്ഞേക്കരുത്. അവർ തിരികെ പോയി കസേരയിലിരുന്നു. അടുത്ത നിമിഷം ജനാല ചില്ലിൽ ചില വാഹനങ്ങളുടെ വെളിച്ചം പതിഞ്ഞു. ജെയിംസിൻ്റെ ഇടനെഞ്ചിലൂടെ ഒരു ഇടിമിന്നൽ പാഞ്ഞുപോയി. അയാൾ തിടുക്കത്തിൽ എഴുന്നേറ്റ് ജനാലയ്ക്ക് പോയി പാളി അല്പം തുറന്നു പുറത്തേക്ക് നോക്കി. ജെയിംസിൻ്റെ തലച്ചോറിൽ ഒരു വിസ്ഫോടനം നടന്നു. ഒരു പോലീസ് ജീപ്പ്, അതിനു പിന്നിൽ ഒരു സ്കോർപിയോയും ഡസ്റ്റർ കാറും. വീണ്ടും മുന്നിലെ വെളിച്ചത്തിൽ എല്ലാം വ്യക്തമായിരുന്നു. വിനോദ് പെട്ടെന്ന് തലയിലിരുന്ന തൻ്റെ തൊപ്പി എടുത്തു മാറ്റുന്നതും ജെയിംസ് കണ്ടു. അവരൊക്കെ വന്നോ സാറേ? ഞങ്ങളെല്ലാവരെയും വിവരം അറിയിച്ചിരുന്നു. അമ്മിണി വിളിച്ചു ചോദിച്ചത് അയാൾ കേട്ടില്ല. വാഹനങ്ങളിൽ വന്നവരിലായിരുന്നു ശ്രദ്ധ മുഴുവൻ. പോലീസ് ജീപ്പിൽ നിന്ന് CI അലക്സ് അബ്രഹാം ഇറങ്ങുന്നു. പിന്നിലെ വാഹനങ്ങളിൽ നിന്ന് ചാനലുകാരും. ക്യാമറയുടെ ലൈറ്റുകൾ തെളിഞ്ഞു. ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്? CI ചുറ്റും നോക്കി. ഞാനാ സാറേ. ഒരാൾ മുന്നോട്ട് നീങ്ങി നിന്നു. ദേ, ഈ ബുള്ളറ്റ് ബൈക്കിൽ ഒരാൾ ഇവിടെ വന്നിറങ്ങി. അമ്മിണി ചേച്ചി ആരാണെന്നറിയാൻ വാതിൽ തുറന്നതാ. അയാൾ അവരെയും തള്ളിക്കൊണ്ട് അകത്തേക്ക് പോയി. പിന്നെ കേൾക്കുന്നത് ചേച്ചിയുടെ നിലവിളിയാ. ഞങ്ങളെ തട്ടി വിളിച്ചിട്ടൊന്നും വാതിൽ തുറക്കുന്നില്ല. അത് കേട്ട് ജെയിംസിൻ്റെ കാതുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു. ജനൽ കമ്പിയെ അയാൾ പിടിമുറുക്കി. CI അലക്സ് അബ്രഹാം വാതിലിന് നേരെ പാഞ്ഞു വരുന്നത് ജെയിംസ് കണ്ടു. ജെയിംസ് പെട്ടെന്ന് പിന്നോട്ട് മാറി. CI വാതിലിൽ ശ്രദ്ധിച്ചു നോക്കി. ഇത് പുറത്തുനിന്നാണല്ലോ ഓടാൻ വിട്ടിരിക്കുന്നത്. അയാൾ നെറ്റിച്ചുളിച്ചു. അത് പിന്നെ അകത്ത് കയറിയ ആൾ രക്ഷപ്പെടാതിരിക്കാൻ ഞങ്ങൾ ചെയ്തതാ. ആളുകൾക്കിടയിൽ നിന്ന് ആരോ പറഞ്ഞു. അകത്തിരുന്ന അമ്മിണിയും അത് കേട്ടു. അവർ ശീഘ്രം വന്ന് ശബ്ദമുണ്ടാക്കാതെ വാതിലിൻ്റെ ഭാഗത്തെ കൊളുത്തുമിട്ടു.
ജെയിംസിൽ പെട്ടെന്നൊരു ആവേശം വന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവത്തിനിടയിൽ മറന്നുപോയ കാര്യം. വീടിൻ്റെ പിന്നിലെ വാതിൽ വഴി രക്ഷപ്പെട്ടാലോ? അയാൾ പിന്തിരിഞ്ഞതും അമ്മിണി പരിഹസിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി. ആ വഴി പോകാൻ പറ്റത്തില്ല സാറേ. മുന്നിലേതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെയുണ്ട്. ജെയിംസിൻ്റെ സർവാംഗം തളർന്നു. ആ ക്ഷണം അങ്ങ് മരിച്ചിരുന്നെങ്കിലെന്ന് അയാൾ കൊതിച്ചു. വാതിലിൻ്റെ പുറത്തെ ഓടാമ്പൽ നീക്കുന്ന ശബ്ദം. തുടർന്ന് സിയയുടെ കനത്ത ഒച്ച. വാതിൽ തുറക്കടാ. കെയിൻ കൊണ്ട് അലക്സ് എബ്രഹാം വാതിൽ ശക്തിയായി അടിച്ചു. അമ്മിണി വേഗം എഴുന്നേറ്റു. ബ്ലൗസിൻ്റെ മുന്നിലെ 2 ഹുക്കുകൾ അഴിച്ചിട്ടു. മേശപ്പുറത്തുനിന്ന് ചുവന്ന കുങ്കുമമെടുത്ത് നെറ്റിയിൽ തൂവിയിട്ട് ഒന്ന് തൂത്തു. ഇപ്പോൾ അവരെ കണ്ടാൽ ആരും കരുതും അവർ പീഡനത്തിന് വിധേയയായി എന്ന്. തലമുടി കൂടി അഴിച്ചിട്ടപ്പോൾ അത് പൂർണ്ണമായി. വേച്ചു പോകുന്നതുപോലെ അഭിനയിച്ചുകൊണ്ട് അവർ ചെന്ന് വാതിൽ തുറന്നു. അലക്സ് എബ്രഹാം അമ്പരപ്പോടെ അവരെ അടിമുടി നോക്കി. എല്ലാം പോയി സാറേ. നാവ് കുഴയും പോലെയായിരുന്നു അമ്മിണിയുടെ ശബ്ദം. തുടർന്ന് അവർ കുഴഞ്ഞു നിലത്ത് വീണു. അമ്മിണി ചേച്ചി ചത്തടാ. അകത്തുള്ളവനെ വിടരുത്. സിഐക്ക് പിന്നാലെ ജനം ആക്രോശിച്ചുകൊണ്ട് അകത്തേക്ക് തള്ളിക്കയറുവാൻ ഭാവിച്ചു. പക്ഷേ സിഐക്ക് ഒപ്പം വന്ന പോലീസ് ലാത്തി കുറുകെ പിടിച്ച് അവരെ തടഞ്ഞു. നിങ്ങൾ പ്രകോപിതരാകരുത്. അകത്തുള്ളത് ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ജനങ്ങളോട് പറഞ്ഞിട്ട് അലക്സ് എബ്രഹാം വീടിനുള്ളിലേക്ക് കയറി. തലകുഞ്ചിരിക്കുകയായിരുന്ന SI ജെയിംസ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അറ്റൻഷനായി. CI ഞെട്ടിപ്പോയി. ജെയിംസ് നീ? ഛേ, സോറി സാർ. ഒക്കെ ചതിയാ. അവളെന്നെ ചതിച്ചതാ. അമ്മിണി, ഈ നടന്നതൊക്കെ അവളുടെ അഭിനയമാ. ഏതാനും വാക്കുകളിൽ ഉണ്ടായതൊക്കെ അയാൾ പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അലക്സ് എബ്രഹാമിന്. അങ്ങനെയെങ്കിൽ തൻ്റെ യൂണിഫോം എവിടെ? ഈ ലുങ്കി മാത്രം ധരിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായ താൻ ഇവിടെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അലക്സിൻ്റെ വാക്കുകളിൽ കനം കൂടി. ഞാൻ പറഞ്ഞല്ലോ സാർ. അയാൾ വിക്കി. അവർ എന്നെ ബോധം കെടുത്തിയിരുന്നു. CI മറുപടി പറയും മുമ്പ് ചാനൽ ക്യാമറാമാൻമാർ വാതിൽക്കലെത്തിയിരുന്നു. അവർ ഒന്നും വിടാതെ അകത്തെ രംഗങ്ങൾ ഒപ്പിത്തുടങ്ങി. ലുങ്കി മാത്രം ധരിച്ച SI ഒരു കൈകൊണ്ട് തൻ്റെ മുഖം മറയ്ക്കാൻ ശ്രമിച്ച ജെയിംസ് പരാജയപ്പെട്ടു. പിന്നിൽ ജനത്തിൻ്റെ കൂക്കുവിളി. അവനെ ഇങ്ങോട്ടൊന്ന് ഇറക്കു സാറേ. ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ. ജെയിംസേ, കാര്യങ്ങൾ ഇനി കൈപ്പിടിയിൽ നിൽക്കില്ല. അലക്സ് എബ്രഹാം പെട്ടെന്ന് ഫോൺ എടുത്ത് DYSP അനിരുദ്ധനെ വിളിച്ചു. കൂടുതൽ പോലീസ് ഫോഴ്സിനെ അവിടേക്ക് അയക്കാമെന്ന് അനിരുദ്ധൻ ഏറ്റു. സർ, ജെയിംസ് കരച്ചിലിൻ്റെ വക്കിലെത്തി. എൻ്റെ ഭാര്യ, കുട്ടികൾ, മാതാപിതാക്കൾ. അലക്സ് കൈ ഉയർത്തി. ഐ ആം ഹെൽപ്ലെസ്. മീഡിയക്കാരൊക്കെ കവർ ചെയ്ത നിലയ്ക്ക് ഞാൻ ഇനി എന്ത് ചെയ്യാൻ? സർ, എന്നാലും DYSP സാറിനോട്. അലക്സ് തലകുടഞ്ഞു. ഈ രൂപത്തിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുപോയാൽ ജനം പിച്ചു ചീന്തും. അവർ ആകെ വയലൻ്റായി നിൽക്കുകയാണ്. മാത്രമല്ല ഒരു SI ഉൾപ്പെട്ട കേസായതിനാൽ മുകളിലേക്ക് അറിയിച്ചില്ലെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് എനിക്കാവും. ജെയിംസ് പിന്നെ മിണ്ടിയില്ല. തൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും മുഖങ്ങൾ അയാളുടെ മനസ്സിൽ മാറി മാറി തെളിഞ്ഞു. ഇതിനിടെ പുറത്തു നിന്നിരുന്ന സ്ത്രീകൾ അമ്മിണിയെ താങ്ങി എടുത്തുകൊണ്ടുപോയി. അരമണിക്കൂർ. പിന്നെയും പോലീസ് വാഹനങ്ങൾ അവിടെ എത്തി. വനിതാ സംഘത്തിൽ പിങ്ക് പോലീസും ഉണ്ടായിരുന്നു. വിജയ വിറകലിച്ച മട്ടിൽ ജെയിംസിനെ നോക്കി. പോലീസ് ജനങ്ങൾക്കിടയിലൂടെ ജെയിംസിനെ വാഹനത്തിന് നേർക്കു നയിച്ചു. SI ജെയിംസിനെ CI അലക്സ് എബ്രഹാമിൻ്റെ വിജയിപ്പിൽ കയറ്റുന്നതുവരെ ജനങ്ങൾ കൂക്കി വിളിച്ചുകൊണ്ട് പിന്നാലെ ഉണ്ടായിരുന്നു. അയാളെ കയറ്റി കഴിഞ്ഞ് ഒരു സംഘം പോലീസ് ജീപ്പിന് കാവൽ നിന്നു. CI തിരികെ വന്നു. ജെയിംസിൻ്റെ ബുള്ളറ്റ് ബൈക്ക് എടുക്കാൻ ഒരു കോൺസ്റ്റബിളിനെ ചുമതലപ്പെടുത്തി. ആ സ്ത്രീ എവിടെ അമ്മിണി? CI ചോദിച്ചു. ഓ, ആ വീട്ടിലുണ്ട് സാർ. വിനോദ് അടുത്ത വീടിന് നേർക്ക് കഴിച്ചുകൊണ്ട്. കുറേ സ്ത്രീകൾ അവിടെ കൂടി നിന്നിരുന്നു. ഇല്ല സാറേ, ഒരു ലുങ്കി ഷർട്ടുമായിട്ടാണ് അങ്ങേരെ ഇങ്ങോട്ട് വന്നത്, അവർ തീർത്തു പറഞ്ഞു. അലക്സ് കനപ്പിച്ചൊന്ന് മൂളി. പിന്നെ പിങ്ക് പോലീസ് SI വിജയ്ക്ക് നേരെ തിരിഞ്ഞു. വിജയ, കം വിത്ത് മീ. അലക്സ് അടുത്ത വീടിന് നേർക്ക് നീങ്ങി. തൊട്ടു പിന്നാലെ വിജയും വനിതാ കോൺസ്റ്റബിൾസും. മുറ്റത്ത് നിന്നിരുന്ന സ്ത്രീകൾ ഇരുഭാഗത്തേക്കും വഴിമാറി. ആ വീടിൻ്റെ തിണ്ണയിൽ ഭിത്തിയിൽ ചാരിയിരുന്ന് കരയുകയായിരുന്നു അമ്മിണി. പോലീസിനെ കണ്ടപ്പോൾ കരച്ചിലിന് ശക്തി കൂടി. ഇനി ഞാനെങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഈ പ്രായത്തിലും എന്നെ അയാൾ ഇന്ന് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞതാ നിന്നെ ശരിയാക്കുമെന്ന്. അത് ഇങ്ങനെ ഒന്നും കരുതിയില്ല. എൻ്റെ മോനിത് അറിഞ്ഞാൽ എന്തൊക്കെയാവും? എൻ്റെ ദൈവമേ. അമ്മിണി കൈ ചുരുട്ടി സ്വന്തം നെഞ്ചത്തടിച്ചു. പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ വിജയ്ക്ക് മനസ്സിലായി എല്ലാം അമ്മിണിയുടെ അഭിനയമാണെന്ന്. ഇവളെ ഒറ്റയ്ക്ക് അരമിനിറ്റ് കയ്യിൽ കിട്ടിയാൽ മതി സത്യം പറയിക്കാൻ. എന്നാൽ CI നിൽക്കുമ്പോൾ തനിക്കതിന് കഴിയില്ല. അലക്സ് എബ്രഹാം മുറ്റത്ത് നിന്നിരുന്ന സ്ത്രീകളോട് തിരക്കി. എന്താ ഇവരുടെ പേര്? അമ്മിണി. ആ അമ്മിണി, എഴുന്നേൽക്ക്. ഞങ്ങൾക്ക് മെഡിക്കൽ കൈയോടെ എടുക്കണം. അമ്മിണിയുടെ ഉള്ളിൽ ഒരു നടുക്കം. മെഡിക്കലെടുത്താൽ കള്ളി വെളിച്ചത്താവും. അതോടെ താനാവും കുരുക്കിൽപ്പെടുക. എന്തു വേണം? പുരുഷന്മാരും ആ മുറ്റത്തേക്ക് എത്തിയിരുന്നു. CI പറഞ്ഞത് അവരും കേട്ടു. അപകടം. അവർ മുഖാമുഖം നോക്കി. എല്ലാം തങ്ങളൊരുക്കിയ പദ്ധതിയായിരുന്നു എന്ന് തെളിഞ്ഞാൽ SIയെ ആക്രമിച്ചതടക്കം പല കേസുകളും തങ്ങളുടെ മേൽ വീഴും. അമ്മിണി നിസ്സഹായതയോടെ അവരെ നോക്കി. പൊടുന്നനെ അവരിൽ ഒരാൾ മുന്നോട്ട് നീങ്ങി നിന്നു. സാർ, ഈ സമയത്ത് അമ്മിണിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. CI തിരിഞ്ഞു. പോലീസിൻ്റെ കാര്യമല്ലേ സാറേ? പ്രതിയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമാകുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല. നിങ്ങൾ അമ്മിണിയുടെ മനസ്സുമാറ്റി പരാതിയില്ലെന്ന് എഴുതി വാങ്ങിയാലോ? കാലം അതാണേ. ജെയിംസ് അസ്വസ്ഥനായി.
അമ്മിണിയെ കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്താതെ മൊഴിയെടുക്കാതെ എങ്ങനെ ഞങ്ങൾക്ക് കേസ് ചാർജ് ചെയ്യാൻ പറ്റും? അതൊന്നും ഞങ്ങൾക്കറിയില്ല സാറേ. രാത്രിയിൽ അമ്മിണിയെ കൊണ്ടുപോകാൻ എന്തായാലും പറ്റത്തില്ല. അവർ തങ്ങളുടെ ഭാഗത്ത് ഉറച്ചു നിന്നു. ബലമായി അമ്മിണിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ അത് ഒരു സംഘർഷത്തിൽ കലാശിക്കുമെന്ന് അലക്സ് അബ്രാമിന് ഉറപ്പായി. എങ്കിലും അയാൾ ശാന്തനായി ഒന്നുകൂടി പറഞ്ഞു നോക്കി. ഞങ്ങളുടെ കൂടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ. വേണമെങ്കിൽ ഇവിടെ നിന്ന് 1-2 സ്ത്രീകൾക്കും അമ്മിണിക്ക് കൂട്ടായി വരാം. എന്നാൽ അത് ജനം എതിർത്തു. അവസാനം രാവിലെ അമ്മിണി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുക എന്ന വ്യവസ്ഥയിൽ പോലീസ് സംഘം ജെയിംസിനെയും കൊണ്ടു മടങ്ങി. വാർത്തകൾ അപ്പോൾ തന്നെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. 4 കവല ജെയിംസിൻ്റെ ക്വാർട്ടേഴ്സിൽ സെൽഫോൺ നിർത്താതെ മുഴങ്ങി. ഷെറിൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഭർത്താവിനെ പലതവണ വിളിച്ചിട്ടും ഫോണിൽ കിട്ടാതെ വന്നപ്പോൾ അവളും കുട്ടികൾക്കൊപ്പം ഒന്ന് കിടന്നതാണ്. അറിയാതെ ഉറങ്ങിപ്പോയി. അവൾ അമ്പരന്നു. എന്നിട്ട് ഫോൺ കാതിലമർത്തി. എന്താ ഡാഡി ഈ നേരത്ത്? നീ ആ TV ഒന്ന് വെച്ച് നോക്കിക്കേ. ജെയിംസിനെ പറ്റി എന്തോ വാർത്തയെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. ഇവിടുത്തെ കേബിൾ പോയി കിടക്കയാ. ഷെറിൻ സിറ്റിംഗ് റൂമിലേക്ക് ഓടി TV ഓൺ ചെയ്തു. അതിൽ തെളിഞ്ഞ ചിത്രങ്ങളും വാർത്തകളും കണ്ടു. ഒരു വിലാപത്തോടെ അവൾ മോഹാലസ്യപ്പെട്ടു വീണു. മുറിക്കുള്ളിൽ കിടന്നിരുന്ന ജെയിംസിൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നും അറിഞ്ഞില്ല. അവർക്ക് 4ഉം 2ഉം വയസ്സായിരുന്നു പ്രായം. രാത്രി ആയതിനാൽ അയൽക്കാരും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഷെറിൻ്റെ ഡാഡി ഇത്തിരി കഴിഞ്ഞപ്പോൾ അവളെ വിളിച്ചു. ഫോൺ എടുക്കാതെ വന്നപ്പോൾ അയാൾക്കും സംശയം. കാഞ്ഞിരപ്പള്ളിയിലാണ് ഷെറിൻ്റെ വീട്. അവിടെ പപ്പ സക്രിയാസും മമ്മി സ്റ്റെല്ലയും മാത്രമാണ് താമസം. ഒരു മകൻ കൂടിയുള്ളത് അമേരിക്കയിലും. സ്റ്റെല്ലെ, അവളിപ്പോൾ ഫോൺ എടുക്കുന്നില്ലടി. പരിഭ്രാന്തിയോടെ സക്രിയാസ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. ഏതെങ്കിലും ചാനലുകാർ അവനെക്കുറിച്ച് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞിട്ടുണ്ടാവും. അവൻ ചൂടനാണെന്ന് അറിയാമല്ലോ. സ്റ്റെല്ല കാര്യത്തെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചു. കാരണം സക്രിയാസ് 2 തവണ അറ്റാക്ക് വന്ന ആളാണ്. അവരുടെ ഉള്ളിലും എപ്പോഴേ ഒരു സന്ദേഹത്തിൻ്റെ ചൂരടിച്ചിരുന്നു. വീണ്ടും വീണ്ടും മകളെ ഫോണിൽ വിളിച്ചുകൊണ്ട് സക്രിയാസ് സിറ്റിംഗ് റൂമിൽ അങ്ങിങ്ങ് നടന്നു. അതിനിടെ ആത്മകഥം എന്നവണ്ണം പിറുപിറുക്കുന്നുമുണ്ട്. എത്ര വലിയ കേസാണെങ്കിലും അവൾ വിളിച്ചു പറയേണ്ടതാണ്. ഇതിപ്പം എന്നാ പറ്റി? അയാൾ വീണ്ടും ഭാര്യയെ നോക്കി. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലടി. നമുക്ക് അത്രണ്ട് വരെ ഒന്ന് പോയാലോ? സ്റ്റെല്ലയുടെ കണ്ണുകൾ കുറുകി. ഈ രാത്രിയിലോ? പിന്നല്ലാതെ. ഇവിടുന്ന് 10-50 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരം അച്ചായൻ ഡ്രൈവ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതോടെ എന്ത് വേണമെന്നറിയാതെ സക്രിയാസ് പകച്ചു നിന്നു. പോലീസ് സ്റ്റേഷൻ. ഒരു കസേരയിലിരിക്കുകയാണ് ജെയിംസ്. സ്റ്റേഷനിലെ TVയിൽ തന്നെക്കുറിച്ചുള്ള വാർത്തകളും ഫോട്ടോകളും കണ്ട് അയാൾ കൂടുതൽ പരിഭ്രാന്തനായി. സാധാരണ താൻ ചെല്ലാതെ ഉറങ്ങുന്നവളല്ല ഷെറിൻ. ആ നേരത്തൊക്കെ അവൾ TV കാണാറുമുണ്ട്. ഈ വാർത്തയെങ്ങാനും അവൾ കണ്ടാൽ? മുൻപിൽ നോക്കാതെ അപ്പോൾ തോന്നുന്നത് ചെയ്യുന്നവളാണ് ഷെറിൻ. താൻ രാവിലെ വരാമെന്ന് പറഞ്ഞ് CI അലക്സ് അബ്രഹാം മടങ്ങിപ്പോയി. സബോർഡിനേറ്റ്സ് ദയനീയമായി ജെയിംസിനെ നോക്കി നിൽക്കുകയാണ്. ഒരാളെ കൊന്നിരുന്നെങ്കിലോ ഒരു ബാങ്ക് കൊള്ളയടിച്ചിരുന്നെങ്കിലോ ഇത്രയും നാണക്കേട് ഉണ്ടാകുമായിരുന്നില്ല. ഇത് പെണ്ണുകേസാണ്, നാറും. വിജയ്ക്ക് SIയുടെ ആ ഭാവമാറ്റം കണ്ടപ്പോൾ സങ്കടം തോന്നി. അവൾ മെല്ലെ അയാൾക്കരികിലെത്തി. സാറ് നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനാൽ സാറിൻ്റെ പിന്നിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ജെയിംസ് കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി. CPO സജിമോനും അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സാറ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നാളെ വൈദ്യപരിശോധന കഴിയുമ്പോൾ അമ്മിണിയുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരും. നാണം കെടാനുള്ളത് മുഴുവൻ കഴിഞ്ഞിട്ട് പിന്നെ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം സജിമോനെ? ഒരു ജന്മത്തിൽ അനുഭവിക്കാനുള്ള മാനസിക വ്യത മുഴുവൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. സജിമോൻ മറുപടി പറഞ്ഞില്ല. നിശബ്ദമായ കുറേ നിമിഷങ്ങൾ അവർക്കിടയിലൂടെ കടന്നുപോയി. ഒരു കൂട്ടം ആളുകൾ ചുറ്റും നിന്ന് ജെയിംസിനെ കല്ലെറിയുന്നു. അരുതേ എന്നയാൾ നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ആൾക്കൂട്ടം അത് ശ്രദ്ധിക്കുന്നില്ല. ജെയിംസിൻ്റെ ശരീരം മുറിഞ്ഞ് ചോര ചീറ്റിയൊഴുകുന്നു. അവസാനം ശിരസിൽ ഏറുകിട്ടാതിരിക്കാൻ അയാൾ തലയിൽ കൈവയ്ക്കുന്നു. എന്നിട്ടും കല്ലുകളിൽ ഒരെണ്ണം നെറ്റിക്ക് കൊണ്ടു. പുരികങ്ങൾക്ക് നടുവിലൂടെ മൂക്കിൻ തുമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്ന ചോര. ജെയിംസേ, കല്ലറി വിളിച്ചുകൊണ്ട് ഷെറിൻ കണ്ണു തുറന്നു. എവിടെ ജെയിംസ്? കല്ലെറിയുന്ന ആളുകൾ എവിടെ പോയി? അവൾ പതർച്ചയോടെ ചുറ്റും നോക്കി. തങ്ങളുടെ വീടിൻ്റെ തറയിൽ കിടക്കുകയാണ് താൻ. കണ്ടത് സ്വപ്നമായിരുന്നോ? അവൾ ചാടി എഴുന്നേറ്റു. ഓൺ ചെയ്തിരുന്ന TVയിൽ അപ്പോഴും ഫ്ലാഷ് ന്യൂസ്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ SI ജെയിംസ് പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ കേൾക്കാൻ കാത്തില്ല. ഷെറിൻ എന്തോ കടുത്ത തീരുമാനത്തോടെ ബെഡ്റൂമിലേക്ക് ഓടി. കിടപ്പറയിൽ കുഞ്ഞുങ്ങൾ രണ്ടും ഒന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ്. ഒരു നിമിഷം ഷെറിൻ അവരെ നോക്കി നിന്നു. മരിക്കുവോളം അവർ മറ്റുള്ളവരുടെ പരിഹാസം കേൾക്കേണ്ടി വരില്ലേ? മറ്റുള്ളവർ അവരെ നോക്കി പറയും, ദേ പോകുന്നു ബലാത്സംഗ കേസിൽ അകത്തു കിടക്കുന്ന SIയുടെ മക്കൾ. കുഞ്ഞുമക്കൾക്ക് അതെങ്ങനെ താങ്ങാനാവും? തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയുമോ? സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനമോ അന്തസ്സുള്ള തൊഴിലോ ലഭിക്കുമോ? തനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഷെറിന്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. അപ്പോഴും ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു അവർ. സമയം അർദ്ധരാത്രിയോട് അടുക്കാറായി. പോലീസ് സ്റ്റേഷനിൽ ജെയിംസിന് ചുറ്റും ഇരിക്കുകയാണ് മറ്റുള്ളവർ. ഇതിനിടെ ഒരു കോൺസ്റ്റബിൾ തെക്കേ മലയിൽ പോയി തട്ടുകടയിൽ നിന്ന് ചായ വാങ്ങിക്കൊണ്ടുവന്നു. വിജയ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ അത് പകർന്നു ജെയിംസിന് നീട്ടി. അത് വാങ്ങി ചൂട് പോലും വകവയ്ക്കാതെ ഒറ്റവരിക്ക് അയാൾ അകത്താക്കി. അടുത്ത നിമിഷം പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി.
സജിമോൻ ചെന്ന് റിസീവർ എടുത്തു. പോലീസ് സ്റ്റേഷനല്ലേ? അപ്പുറത്തുനിന്ന് ചോദ്യം. അതെ, ഞാൻ ജെയിംസിൻ്റെ ഭാര്യ പിതാവാണ്. അറിയാതെ സജിമോൻ ജെയിംസിനെ നോക്കിപ്പോയി. അപ്പുറത്തുനിന്ന് വീണ്ടും. കുറച്ച് നേരമായി ഞാൻ അവനെയും എൻ്റെ മകളെയും ഫോണിൽ ട്രൈ ചെയ്യുന്നു. കിട്ടുന്നില്ല. അവൻ എവിടെയുണ്ടോ? ഉണ്ട് സാർ. എങ്കിൽ ഈ ഫോണൊന്ന് കൊടുക്ക്, വേഗം വേണം. സജിമോൻ റിസീവർ മേശപ്പുറത്ത് ചരിച്ചു വെച്ചിട്ട് ജെയിംസിൻ്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. താൻ പറ, ഞാനിവിടെ ഇല്ലെന്ന്. ഷെറിൻ്റെ പപ്പയ്ക്ക് എന്തോ സൂചന കിട്ടിയിട്ടുണ്ടെന്ന് ജെയിംസിന് ഉറപ്പായി. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയി സാർ. സജിമോൻ പരുങ്ങി. ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്നോട് വിവരം പറയാനെത്തിയപ്പോഴേക്കും ഞാൻ പോയെന്ന് അറിയിച്ചേക്ക്. ജെയിംസിൻ്റെ ശബ്ദം പതറി. സാർ. സജിമോൻ ചെന്ന് വീണ്ടും ഫോൺ എടുത്ത് വിവരം പറഞ്ഞു. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. ശേഷം ശബ്ദം കേട്ടു. എങ്കിൽ എത്രയും വേഗം അവനെ അറിയിക്കണം. ഞാൻ വിളിച്ചിട്ട് വീട്ടിൽ ആരും ഫോൺ എടുക്കുന്നില്ലെന്ന്. അവനെക്കുറിച്ച് എന്തോ മോശമായ വാർത്തകൾ ടിവിയിൽ വരുന്നുവെന്ന് ഞാൻ ഷെറിനോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഉടനെ അന്വേഷിക്കാം സാർ. എന്നിട്ട് തിരിച്ചു വിളിച്ചോളാം. ഓക്കെ. സജിമോൻ റിസീവർ ക്രാഡിലേക്ക് ഇട്ടു. പിന്നെ ജെയിംസിൻ്റെ അടുത്ത് ചെന്ന് ആ വിവരം അറിയിച്ചു. ജെയിംസിൽ വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. ഷെറിനും കുഞ്ഞുങ്ങളും. പരിഭ്രമത്തോടെ ജെയിംസ് കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സജിമോൻ്റെ ഇരുത്തോളിലും അമർത്തി പിടിച്ചു. നിങ്ങൾ വേഗം എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകണം. ഷെറിൻ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. എന്നെക്കുറിച്ച് ഇത്തരത്തിലൊരു വാർത്ത കേട്ടാൽ അവൾ സഹിക്കില്ല. ക്വിക്ക്. സാർ, ഞങ്ങളിതാ പുറപ്പെടുകയായി. സജിമോൻ വെട്ടിത്തിരിഞ്ഞു. ജെയിംസ് തിടുക്കം കാട്ടി. വിജയേ, താൻ കൂടി ചെല്ല്. അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സാർ. ജെയിംസ് പെട്ടെന്ന് സെല്ലിലേക്ക് പാഞ്ഞു. അതിനുള്ളിൽ കയറി വാതിലടച്ചിട്ട് നിർദ്ദേശിച്ചു. ഈ ലോക്കപ്പ് കൂടി പൂട്ടിക്കോളൂ. മറ്റുള്ളവർ നടുങ്ങി. അതെന്തിനാണ് സാർ? അത് വേണം. പ്രതികൾക്ക് കിടക്കാനുള്ളതാണ് ലോക്കപ്പ്. ഞാനിപ്പോൾ പ്രതിയാണ്. എനിക്ക് എന്നിലെ വിശ്വാസം തന്നെ നഷ്ടമായിരിക്കുന്നു. പുറത്തിരുന്നാലോ സെല്ല് പൂട്ടാതിരുന്നാലോ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ചാടിയെന്നിരിക്കും. പ്ലീസ്. പോലീസുകാർ അന്യോന്യം നോക്കി. അവസാനം സ്റ്റേഷൻ റൈറ്റർ ബാബുരാജ് ഭിത്തിയിൽ തൂക്കിയിരുന്ന കീ എടുത്തുകൊണ്ട് ചെന്ന് സെല്ല് പൂട്ടി. സജിമോനും വിജയും അടങ്ങുന്ന പോലീസ് സംഘം അപ്പോൾ തന്നെ നാൽക്കാലിക്കലേക്ക് പോയി. പാലവും SVG ഹയർ സെക്കൻഡറി സ്കൂളും പിന്നിട്ട് ബൊലോറോ വലത്തേക്ക് തിരിഞ്ഞു. അവിടെ ജെയിംസിൻ്റെ ക്വാർട്ടേഴ്സ്. ഇടത്തേക്ക് തിരിഞ്ഞ് തുറന്നു കിടന്നിരുന്ന ഗേറ്റിലൂടെ അകത്ത് കയറി ബൊലോറോ നിന്നു. അവർ ചാടിയിറങ്ങി. വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. എല്ലായിടത്തും വെളിച്ചമുണ്ട്. ഷെറിനെയും മക്കളെയും മുറികൾ കയറിയിറങ്ങി അവർ തിരഞ്ഞു. പക്ഷേ അവർ അവിടെ ഉണ്ടായിരുന്നില്ല. ഷെറിൻ, ഉറക്കെ വിളിച്ചുകൊണ്ട് പോലീസ് സംഘം നാലുപാടും പാഞ്ഞു. CPO സജിമോനും റൈറ്റർ ബാബുരാജും ടോർച്ചുമായി പുറത്തിറങ്ങി. ആ പരിസരം മുഴുവൻ തിരയാൻ തുടങ്ങി. SI വിജയ നേരെ കിണറ്റിൻകരയിലേക്കാണ് പോയത്. പക്ഷേ അതിൻ്റെ ഗ്രില്ലിട്ട് പൂട്ടിയ മൂടി അങ്ങനെ തന്നെയുണ്ട്. പോർച്ചിൽ SI ജെയിംസിൻ്റെ വാഗൺ കാറും കിടപ്പുണ്ട്. ഷെറിനും മക്കളും എവിടേക്ക് പോയി? സിറ്റൗട്ടിൽ നിന്ന് പോലീസുകാർ പരസ്പരം നോക്കി. ബാബു ചേട്ടാ, നമുക്ക് അടുത്ത വീട്ടിൽ തിരക്കിയാലോ? വിജയ റൈറ്ററെ നോക്കി. പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഉയരത്തിലുള്ള ചുറ്റുമതിലാണല്ലോ. എങ്കിലും തിരക്കാം. ബാബുരാജും സജിമോനും അടുത്ത വീട്ടിലേക്ക് പോയി. കോളിംഗ് ബെൽ പ്രസ് ചെയ്ത് അല്പനേരം കാത്തു നിൽക്കേണ്ടി വന്നു. പുറത്ത് ലൈറ്റ് തെളിഞ്ഞു. ഒരു മധ്യവയസ്കനാണ് വാതിൽ തുറന്നത്. രാത്രിയിൽ തൊട്ടുമുന്നിൽ പോലീസിനെ കണ്ട് അയാളൊന്ന് അന്താളിച്ചു. എന്താണ് സാർ? ബാബുരാജ് ഷെറിൻ്റെ തിരക്കി. ഇല്ല, സന്ധ്യയ്ക്ക് മുമ്പ് SIയുടെ ഭാര്യയും കുട്ടികളും ഗേറ്റിനരികിൽ നിൽക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ എവിടേക്ക് പോയെന്നറിയില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ? ഇരുവരും മറുപടി പറഞ്ഞില്ല. തിരിച്ചു നടന്നു. 1 മണിക്കൂർ കൂടി അവിടെ ചിലവഴിച്ച ശേഷമാണ് അവർ സ്റ്റേഷനിലേക്ക് മടങ്ങിയത്. ജെയിംസ് കാത്തിരിക്കുകയായിരുന്നു. വിവരം അറിഞ്ഞതേ അയാൾ സെല്ലിൻ്റെ അഴിയിൽ നെറ്റിക്കൊണ്ടിടിച്ചു. ഇല്ല, ഇനി അവരെ പ്രതീക്ഷിക്കേണ്ട. അവളുടെ സ്വഭാവം എനിക്കറിയാം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുകയാണ് അയാൾ. സാർ പ്ലീസ്. വിജയ സെല്ലിനരികിലേക്ക് ചെന്നു. അവളെ അയാൾ കണ്ടില്ല. അവളുടെ സ്വരം കേട്ടില്ല. മനസ്സ് മഹാസമുദ്രം പോലെ അലറുകയാണ്. അയാൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്നിട്ടും കൺപോളകളെ പിളർത്തിക്കൊണ്ട് 2 തുള്ളി കവിളിലേക്ക് ഇറ്റ് വീണു. പത്തനംതിട്ട വെട്ടിപ്രം. നേരം പുലരുന്നതേയുള്ളൂ. മന്ത്രിയുടെ ബോർഡ് മാറ്റിയ ഇന്നോവ കാർ ഗേറ്റിൽ വന്ന് ഹോൺ മുഴക്കി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വന്ന് സല്യൂട്ട് ചെയ്തു. പിന്നെ ഗേറ്റ് തുറന്നു. അകത്തേക്ക് കയറിയ കാർ പെട്ടെന്ന് നിന്നു. പിന്നിൽ ഇടതുഭാഗത്തെ പവർ വിൻഡോ ഗ്ലാസ് താഴ്ന്നു. ആഭ്യന്തരമന്ത്രി രാജസേനൻ കൈ പുറത്തേക്ക് നീട്ടി. കോൺസ്റ്റബിളിനെ വിളിച്ചു. തിടുക്കത്തിൽ അയാൾ കാറിനടുത്തെത്തി. സാർ, നേരം പുലരുമ്പോൾ തൻ്റെ ഡ്യൂട്ടി തീരും. പിന്നെ ഇവിടെ ആരും വേണ്ട. ഞാനിപ്പോൾ മന്ത്രിയല്ലേടോ. വിവരം അറിഞ്ഞിരുന്നെങ്കിലും കോൺസ്റ്റബിൾ എന്തോ പറയുവാൻ ചുണ്ടനക്കി. അപ്പോഴേക്കും വിൻഡോ ഉയർന്നു. കാർ പോർച്ചിലേക്ക് പോയി. കാർ നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ സാവിത്രിയമ്മ വാതിൽ തുറന്നു. ഇത്രയും നേരം ഭർത്താവിനെ പ്രതീക്ഷിച്ച് ഉറങ്ങാതിരിക്കുകയായിരുന്നു അവർ. ഭാര്യയുടെ കൺപോളകളുടെ കനം രാജസേനൻ തിരിച്ചറിഞ്ഞു. നിനക്ക് ഉറങ്ങാമായിരുന്നില്ലേ? സാവിത്രിയമ്മ മിണ്ടിയില്ല. രാജസേനൻ തുടർന്നു. ഞാൻ വീട്ടിൽ വരുന്നില്ല. നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതിയായിരുന്നല്ലോ ഇതുവരെ. ഇതാ അത് തീർന്നിരിക്കുന്നു. നീ നിത്യവും പ്രാർത്ഥിക്കുന്ന മലയാലപ്പുഴ അമ്മയുടെ അനുഗ്രഹമാവും. ഇനി ഞാൻ ഇവിടെ തന്നെയുണ്ട്. നമുക്ക് വല്ലതും മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ. അത് കേട്ട് സാവിത്രിയമ്മ വിങ്ങിപ്പൊട്ടി. രാജസേനൻ അവരുടെ തോളിൽ കൈവച്ചു. ഒന്നേയുള്ളൂവെങ്കിലും ഉലക്ക കൊണ്ട് അടിക്കണമെന്ന് പഴമക്കാർ പറഞ്ഞത് നേരാ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രാഹുൽ ഒരിക്കലും ഇങ്ങനെയാവില്ലായിരുന്നു. ഓർമ്മ വച്ചപ്പോൾ മുതൽ അവൻ കാണുന്നത് ഇഷ്ടം പോലെ പണം, എന്തിനും പരിചാരകർ, എന്തെങ്കിലും കേസുണ്ടായാൽ രക്ഷിക്കാൻ അച്ഛൻ്റെ രാഷ്ട്രീയ പിൻബലം.
വഷളായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. രാജസേനൻ്റെ മുഖം മുറുകി തുടങ്ങി. അവൻ എന്തിയെ? മുറിയിലുണ്ട്. സാവിത്രി അമ്മയ്ക്ക് ആശങ്ക മണത്തു. ഇപ്പോൾ അങ്ങ് പോകണ്ട, അതവന് ഇഷ്ടമാകില്ല. രാജസേനൻ്റെ കണ്ണുകൾ കത്തി. ഞാനാണ് അച്ഛൻ, അവനല്ല. പല്ലുകൾ കടിച്ചു ഞെരിച്ചുകൊണ്ട് അയാൾ മുകൾ നിലയിലേക്ക് പാഞ്ഞു, രാഹുലിൻ്റെ റൂമിലേക്ക്. രാജസേനൻ്റെ പിന്നാലെ ഓടിയെങ്കിലും സ്റ്റെപ്പുകൾ കയറി അയാൾക്കൊപ്പം എത്തുവാൻ കഴിഞ്ഞില്ല സാവിത്രി അമ്മയ്ക്ക്. അടഞ്ഞുകിടന്നിരുന്ന വാതിലിന് മുന്നിൽ ഒരു നിമിഷം രാജസേന നിന്നു. പുറത്തെ ലൈറ്റ് തെളിച്ചു. മുറിക്കുള്ളിൽ നിന്ന് AC-യുടെ നേർത്ത മോളൽ കേൾക്കാം. വേണ്ടെന്നേ, അവൻ ഉറങ്ങട്ടെ. എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് സാവധാനത്തിൽ സംസാരിക്കാം. സാവിത്രി അമ്മ വന്ന് വാതിലിന് മുന്നിൽ നിന്നു. മാറി നിൽക്ക് സാവിത്രി. രാജസേനൻ്റെ സ്വരം കൂടുതൽ കനത്തു. ഒപ്പം അയാൾ ഒരു കൈകൊണ്ട് അവരെ ഒരു ഭാഗത്തേക്ക് തള്ളി മാറ്റി. ശേഷം ഹാൻഡിൽ തിരിച്ച് വാതിൽ തുറന്നു. അകത്തെ ഇരുട്ടിൽ മിന്നാമിന്നികൾ പോലെ AC-യുടെ സ്റ്റെബിലൈസറിൻ്റെ വെളിച്ചം. കൈനീട്ടി രാജസേനൻ ഭിത്തിയിലെ സ്വിച്ചിട്ടു. മുറിയിൽ വെളിച്ചം പരന്നപ്പോൾ എന്തോ പിറുപിറുത്തുകൊണ്ട് രാഹുൽ കമ്പിളിക്കുള്ളിലേക്ക് ഒന്നുകൂടി ചുരുണ്ടുകൂടി. അതുകണ്ട് രാജസേനന് കരിയിളക്കി. മറ്റുള്ളവരുടെ ഉറക്കം കളഞ്ഞിട്ട് അവൻ സുഖിച്ചുറങ്ങുന്നു. അയാൾ കമ്പിളി വലിച്ച് തറയിലേക്ക് എറിഞ്ഞു. ഛേ, ആരാടാ ഈ? പിന്നെ രാഹുൽ പറഞ്ഞത് പുഴുത്തത്തെറി. അതേ നിമിഷം അവൻ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന അച്ഛനമ്മമാരെ ഒരു നിമിഷം തുറച്ചു നോക്കി. എന്താ അച്ഛത്? ഒരുമാതിരി മാനേഴ്സ് ഇല്ലാതെ. ബർമുടയും ടീഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. മാനേഴ്സ് ഇല്ലാത്തത് ആർക്കാടാ? എനിക്കോ അതോ നിനക്കോ? രാജസേനൻ കൈ ചൂണ്ടി. അത് ശ്രദ്ധിക്കാതെ രാഹുൽ ടീപ്പോയിലിരുന്ന സെൽഫോൺ എടുത്ത് സമയം നോക്കി. കൊച്ചു വെളുപ്പം കാലത്ത് അച്ഛൻ വെറുതെ ചൊറിയാതെ പോ. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് പിന്നീടാവാം. രാജസേനൻ്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. വിവരം അറിഞ്ഞല്ലോ അല്ലേ? നിൻ്റെ നല്ല നടപ്പുകാരനും എനിക്ക് എൻ്റെ കസേര പോയി. രാഹുലിൻ്റെ മുഖത്ത് പുച്ഛഭാവം തിങ്ങി. അതെ, മന്ത്രിയാണെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, കഴിവ് വേണം. നിങ്ങളല്ലേ പോലീസിനോട് പറഞ്ഞത് എന്നെ അറസ്റ്റ് ചെയ്യാൻ? എന്നിട്ടിപ്പം? രാജസേനൻ തല കുടഞ്ഞു. ചാനലുകാരും പത്രക്കാരും ജനങ്ങളും അടക്കം സകലരും നോക്കി നിൽക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നീ പറയ്. എനിക്കറിയത്തില്ല. അവൻ കോട്ടുവായിട്ടു. എന്നാൽ എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നിനക്കറിയാമോ ഞാൻ എൻ്റെ നിലമറന്ന് ആരുടെയൊക്കെ കാല് പിടിച്ചെന്ന്? എന്നിട്ടും ആ പെണ്ണ് സമ്മതിച്ചോ? നീ കുറേ പേരെ അങ്ങോട്ട് അയച്ചല്ലോ. എന്നിട്ട് എന്തായി? രാഹുൽ എഴുന്നേറ്റിരുന്നു. ഈ രാജ്യത്ത് മന്ത്രിമാരുടെ മക്കൾക്കെതിരെ എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരും ജയിലിൽ കിടന്നിട്ടില്ല. ഉണ്ടോ? ഇതും അങ്ങനെ അങ്ങ് കരുതിയാൽ പോരായിരുന്നോ? അതിനു പകരം രാജിവെക്കാൻ പോയിരിക്കുന്നു. അവൻ വീണ്ടും കിടന്നു. വേണ്ട, ഇന്നിനി നീ ഉറങ്ങണ്ട. ഇത് എൻ്റെ വീടാ. ഇവിടെ എന്ത് വേണം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നോക്ക്, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇനിയെങ്കിലും ഇവിടെ കഴിഞ്ഞാൽ നിനക്കിവിടെ സ്ഥാനമുണ്ടാകും. അല്ലെങ്കിൽ നീ ഗേറ്റിന് പുറത്താ. രാജസേനൻ മകൻ്റെ കൈക്ക് പിടിച്ച് വലിച്ചു പൊക്കി. എനിക്കറിയണം നിന്റെ തീരുമാനം ഇപ്പോൾ, ഈ നിമിഷം. അതിനുശേഷം മതി ഉറക്കം. രാഹുലിൻ്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. അവൻ രാജസേനൻ്റെ കൈ തട്ടിക്കളഞ്ഞു. ഇത്തരം ഡയലോഗുകളുടെ കാലം കഴിഞ്ഞു. പിന്നെ എന്നെ കൂടുതൽ ഭരിക്കാൻ വന്നാൽ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല. രാജസേനൻ പകച്ചുപോയി. മോനെ, സാവിത്രി അമ്മ ഭീതിയോടെ വിളിച്ചു. നിങ്ങളുടെ കാര്യം നോക്ക്. മുഖത്തടിക്കും പോലെ പറഞ്ഞുകൊണ്ട് അവൻ രാജസേനൻ്റെ മുന്നിൽ നിന്നു. എന്നോട് കളിക്കാൻ നിൽക്കല്ലേ. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിന് ആരുടെയും ഉപദേശവും എനിക്ക് ആവശ്യമില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ മകൻ തൻ്റെ മേൽ കൈവയ്ക്കും എന്ന് തന്നെ തോന്നി രാജസേനന്. ഒന്നും മിണ്ടാതെ അയാൾ പിന്തിരിഞ്ഞു. ഒപ്പം സാവിത്രി അമ്മയും. ഹാളിൽ വന്ന് രാജസേനൻ കുറച്ചു നേരം ഇരുന്നു. പിന്നെ എഴുന്നേറ്റ് അലമാരിയിൽ നിന്ന് പിനാക്കിൽ വോഡ്കയുടെ ഒരു ബോട്ടിലെടുത്തു. താറാവിൻ്റെ കഴുത്ത് പിരിക്കും പോലെ അത് തുറന്നു. തുള്ളി വെള്ളം പോലും ചേർക്കാതെ 2 പെഗ് അകത്താക്കി. സാവിത്രി നിശബ്ദയായി അത് നോക്കിയിരുന്നു. രാവിലെ സമയം 7 മണി. മുറ്റത്ത് ഒരു ഓട്ടോ വന്നു നിന്നു. അതിൽ നിന്ന് കരടി വാസുവിൻ്റെ അമ്മ അമ്മിണി ഇറങ്ങി. തുറന്നു കിടന്നിരുന്ന വാതിൽ വഴിയിൽ കൂടി മുൻ ആഭ്യന്തരമന്ത്രി അമ്മിണിയെ കണ്ടു. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു വിളർച്ചയുണ്ടായി. രാജസേനൻ വേഗം കുപ്പിയും ഗ്ലാസും ടീപ്പോയുടെ അടിയിലേക്ക് നീക്കി വെച്ചു. പിന്നെ ഇടം കണ്ടിട്ട് തൊട്ടടുത്ത സെറ്റിയിലിരിക്കുന്ന ഭാര്യയെ നോക്കി. സാവിത്രിയുടെ മുഖത്ത് പുച്ഛപരിഹാസം നിറഞ്ഞ ഒരു ചിരി മിന്നി. രാവിലെ ഓരോ അവളുമാർ വന്നു തുടങ്ങിയല്ലോ. ഇതിന് എന്ത് കുരിശാണോ ആവോ? അവർ ആരോടൊന്നില്ലാതെ പറഞ്ഞു. എടി, ഒന്ന് പതുക്കെ. രാജസേനൻ ശബ്ദം താഴ്ത്തി. അമ്മിണി സിറ്റൗട്ടിൽ കയറി വാതിൽക്കലെത്തിയിരുന്നു. അകത്തേക്ക് തല നീട്ടുകൊണ്ട് അവൾ തിരക്കി. കയറി വന്നോട്ടെ സാറേ. രാജസേനൻ നേരെ ഇരുന്നു. അമ്മിണി അകത്തു വന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കഷ്ടമായി പോയി. സഹതപിക്കാനാണോ അമ്മിണി നിൻ്റെ ഈ വരവ്? രാജസേനൻ്റെ വാക്കുകളുടെ ഈർഷ്യം അമ്മിണി തിരിച്ചറിഞ്ഞു. അല്ല സാറേ, ഞാനൊരു കുരുക്കിൽപ്പെട്ടിരിക്കുക. തലേന്നത്തെ കാര്യം അമ്മിണി ചുരുക്കി പറഞ്ഞു. SI ജെയിംസിനെ ഒന്ന് കുരുക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ അത് ഇങ്ങനെ ആയിത്തീരുമെന്ന് കരുതിയില്ല. മെഡിക്കൽ ചെക്കപ്പിന് എന്നെ കൊണ്ടുപോയാൽ ഞാനാകും അകത്താവുക. ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോന്ന് ചെയ്യും മുമ്പേ ആലോചിക്കണമായിരുന്നു. പറഞ്ഞത് സാവിത്രിയാണ്. അമ്മിണി രൂക്ഷമായി അവരെ നോക്കി. ഇവിടെ അല്ലാതെ പിന്നെ ഞാൻ എവിടെ പോയി പറയാനാ? ഈ സാറിന് വേണ്ടി ഞാനും മോനും ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ സാറിനറിയാം. സാവിത്രിക്ക് അമ്മിണിയുടെ ആ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭർത്താവിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അവൾ എഴുന്നേറ്റ് പോയി. രാജസേനൻ അമ്മിണിയുടെ മുഖത്തേക്ക് ഒരു നിമിഷം കണ്ണുകൾ നട്ടു. പിന്നെ മെല്ലെ പറഞ്ഞു. മന്ത്രിസ്ഥാനം പോയവനെ ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കും അമ്മിണി?
മന്ത്രിസ്ഥാനമൊക്കെ പോവുകയും വരികയും ചെയ്യും. നമ്മുടെ എത്ര മന്ത്രിമാർ രാജിവെച്ചിട്ട് ഇപ്പോൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ആ പെണ്ണ് തനിക്ക് പരാതിയില്ലെന്നും തൻ്റെ ഭാഗത്തായിരുന്നു തെറ്റെന്നും മാധ്യമങ്ങൾക്കും പോലീസിന് മുമ്പിൽ തുറന്നു പറഞ്ഞാൽ പോരെ? അക്കാര്യം എനിക്ക് വിട്ടേരെ. ഞാൻ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ പിന്നെ അവൾ വാ തുറക്കത്തില്ല. അങ്ങനെയൊരു ഉറപ്പ് സാറിന് തരാൻ എനിക്ക് കഴിയും. അതോടെ സാറ് വീണ്ടും മന്ത്രിയാകുകയും ചെയ്യും. രാജസാൻ്റെ മുഖത്ത് പെട്ടെന്നൊരു സന്തോഷം മിന്നി. നീ പറ അമ്മിണി, ഞാൻ എന്ത് ചെയ്യണം? എന്നെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകുന്ന ഡോക്ടറെ സാറൊന്ന് വിളിക്കണം. രാജസാനിന് കാര്യം മനസ്സിലായി. അക്കാര്യം ഞാൻ ഏറ്റു. ഒട്ടും സമയം കളയാതെ അമ്മിണി വന്ന ഓട്ടോയിൽ തന്നെ മടങ്ങിപ്പോയി. അപ്പോൾ സാവിത്രി അമ്മ വീണ്ടും രാജസാനിൻ്റെ അടുത്തെത്തി. അവളെ രക്ഷിച്ചോളാമെന്ന് ഏറ്റു അല്ലേ? രാജസാനൻ ഭാര്യയുടെ മുഖത്ത് നോക്കാതെയാണ് മറുപടി പറഞ്ഞത്. അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? അവൾ വല്ലതും വിളിച്ചു പറഞ്ഞു പോയാൽ? കൊള്ളാം, സാവിത്രി പരിഹസിച്ചു. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് രാഹുലിനെ എന്തിനു കുറ്റം പറയണമെന്നാണ്. അച്ഛനും മകനും മത്സരിച്ചല്ലേ പാപങ്ങൾ ചെയ്തു കൂട്ടുന്നത്. രാജസാനൻ ഒന്നും മിണ്ടിയില്ല. സമയം രാവിലെ 7:30. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഷെറിൻ്റെ അച്ഛനമ്മമാർ ആറന്മുളയിലെത്തി. നേരെ അവർ പോലീസ് സ്റ്റേഷനിലേക്കാണ് വന്നത്. അപ്പോഴും സെല്ലിൽ നിന്ന് പുറത്തിറങ്ങാൻ കൂട്ടാക്കാതെ ഇരിക്കുകയായിരുന്നു SI ജെയിംസ്. സക്രിയാസും സ്റ്റെല്ലയും ലോക്കപ്പിന് അരികിലെത്തി മരുമകനെ കണ്ടു. ജെയിംസ്, സക്രിയ വിളിച്ചു. ജെയിംസ് ദയനീയമായി അയാളെ നോക്കി. പപ്പ, ഷെറിനും കുഞ്ഞുങ്ങളും? അതറിയാൻ തന്നെയാണ് ഞങ്ങളും വന്നിരിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ കരുതിയത് ഒക്കെ കെട്ടുകഥകൾ ആയിരിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു മാധ്യമങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന്. പപ്പ, ജെയിംസിൻ്റെ ശബ്ദം പതറി. വേണ്ട, സക്രിയാസ് കൈ ഉയർത്തി. ഒന്നും പറയാനുള്ള യോഗ്യത നിനക്കില്ല. എന്നാൽ എൻ്റെ മകളും കുഞ്ഞുങ്ങളും എന്തെങ്കിലും കടുംകൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഞാൻ മാപ്പ് തരില്ല. ജെയിംസിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സക്രിയാസ് വെട്ടിത്തിരിഞ്ഞു. സ്റ്റെല്ലയെയും കൂട്ടി തങ്ങൾ വന്ന കാറിൽ കയറി നേരെ നാൽക്കാലിക്കലേക്ക് പോയി. 9 മണിക്ക് CI അലക്സ് അബ്രഹാം എത്തി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മിണിയും വനിതാ പോലീസിൻ്റെ ഒപ്പം അമ്മിണിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. ഡോക്ടർ ഹേമലതയുടെ അടുത്തേക്കാണ് പോലീസ് സംഘം അമ്മിണിയെ കൊണ്ടുപോയത്. 2 വനിതാ കോൺസ്റ്റബിൾസ് മാത്രം അമ്മിണിയുടെ ഒപ്പം അകത്ത് കയറി. CI അലക്സ് അബ്രഹാമും CPO സജിമോനും പുറത്തിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞു. അമ്മിണിയും വനിതാ പോലീസുകാരും മടങ്ങിയെത്തി. ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ റിപ്പോർട്ട് തരും സാർ, വനിതാ കോൺസ്റ്റബിൾ CI അറിയിച്ചു. എങ്കിലിനി അമ്മിണിക്ക് പോകാം. ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിപ്പിക്കും, അലക്സ് അബ്രഹാം അമ്മിണിയോട് പറഞ്ഞു. എൻ്റെ മോൻ ഇവിടെ കിടപ്പുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പോവുക സാറേ. അമ്മിണി ജനറൽ വാർഡിലേക്ക് പോയി. ആ നേരത്തെ വാസുദേവൻ്റെ അരികിലുണ്ടായിരുന്നു SI വിജയ. അച്ഛനോട് അവൾ തലേന്ന് ജെയിംസിനുണ്ടായ അനുഭവം പറഞ്ഞു. വാസുദേവൻ മന്ദഹസിച്ചു. ഈ അമ്മിണി ആരാ മോള്? ഇതൊക്കെ അവളുടെ സ്വഭാവത്തിൻ്റെ 10-1 പോലും ആയില്ലല്ലോ. ഏതായാലും ജെയിംസിൻ്റെ തൊപ്പി പോകും എന്നുറപ്പ്. അല്ല, ഒരർത്ഥത്തിൽ അയാളിത് അർഹിക്കുന്നുണ്ട് എന്നും കരുതാം. ഇന്നലെ രാവിലെ ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു ഷോ? മന്ത്രി രാജസാനും ഈ അമ്മിണിക്കും മകനും വേണ്ടി അയാളും ഒരുപാട് നാരിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടേ. എന്നാലും അച്ഛാ, അവൾ എന്തോ പറയാൻ ഭാവിച്ചെങ്കിലും വാസുദേവൻ സമ്മതിച്ചില്ല. ഒരു സബോർഡിനേറ്റിനോട് തോന്നുന്ന അനുകമ്പ മാത്രമാണ് നിനക്ക്. ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെ ഫലം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിക്കാതെ ഈ ലോകത്ത് നിന്ന് പോകാൻ പറ്റില്ല മോളെ. എന്നാലും ഈ അമ്മിണി എന്തൊരു സ്ത്രീയാ? കേട്ടിരുന്ന മാലിനിക്ക് അത്ഭുതം. അതിന് നീ അവളെക്കുറിച്ച് ഇത് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ? ശരിയായി ഈ അമ്മിണിയുടെ ചരിത്രം പറഞ്ഞാൽ നീ ഞെട്ടിപ്പോകും. അപ്പോൾ വിജയുടെ ഫോൺ ശബ്ദിച്ചു. അവൾ അതെടുത്ത് നോക്കി. പ്രസീതയാണ്. വേഗം അറ്റൻഡ് ചെയ്തു. എന്താടി? ഞാൻ ഇന്ന് ജോലിക്ക് പോയാലോ എന്ന് ചിന്തിക്കുക. പോകാതിരുന്നാൽ ഇവിടുത്തെ കാര്യം ആകെ മുടങ്ങും. പക്ഷേ രാജേട്ടനെ ഒറ്റയ്ക്ക് ഇവിടെയാക്കിയിട്ട് പോകാനും പേടി. വിജയ പ്രസീതയ്ക്ക് ധൈര്യം പകർന്നു. നീ പോയിക്കോ, നിൻ്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കില്ല. എൻ്റെ നമ്പർ കൂടി അദ്ദേഹത്തിന് കൊടുത്തേക്ക്. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ പറയണം. ശരി. കാൾ കട്ട് ചെയ്തിട്ട് പ്രസീത ആനന്ദരാജിനെ നോക്കി. വിജയ പറഞ്ഞ കാര്യം അറിയിച്ചു. ആനന്ദരാജ് പുഞ്ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നീ ചെല്ല്. പ്രസീത വേഗം തയ്യാറായി. ഭർത്താവിനുള്ള മരുന്നും ഭക്ഷണവും മറ്റും എടുത്തു വെച്ചു. ശേഷം അയാളോട് യാത്ര പറഞ്ഞിറങ്ങി. മെയിൻ റോഡിൽ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുമ്പോൾ ഭീതിയോടെ അവൾ ചുറ്റും നോക്കി. ഒരു കൊച്ചുകുട്ടിയെ വെച്ച് രാഹുൽ തനിക്ക് വേണ്ടി കെണിയൊരുക്കിയത് ഇവിടെയാണ്. ആദ്യം വന്ന ബസ്സിൽ അവൾ കയറി. പലരും തന്നെ തിരിഞ്ഞു നോക്കുന്നത് അവൾ കണ്ടു. ചിലർ അടക്കം പറയുന്നു, ചിലർ തൻ്റെ ശരീര അടിമുടി നോക്കുന്നു, ചിലരുടെ മുഖത്ത് പരിഹാസഭാവം. ചാനലുകളിലൂടെ ഇവരൊക്കെ തന്നെ കണ്ടിരിക്കാം എന്ന് അവൾക്കുറപ്പായി. ഒരാൾ എഴുന്നേറ്റപ്പോൾ അവൾക്ക് സീറ്റ് കിട്ടി. 55 വയസ്സോളം വരുന്ന ഒരു സ്ത്രീയായിരുന്നു അരികിൽ. അവരും അവളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. മോടെ പടമല്ലേ TV-യിൽ വന്നത്? മന്ത്രിയുടെ മോനുമായിട്ട് കാറിൽ. വിഷമവും ദേഷ്യവും ഒന്നിച്ചുണ്ടായി പ്രസീതയ്ക്ക്. അവൾ അത് കടിച്ചമർത്തി കേൾക്കാത്ത ഭാവത്തിലിരുന്നു. പക്ഷേ സ്ത്രീക്ക് വിടാൻ ഭാവമില്ലായിരുന്നു. മന്ത്രിയുടെ മോനൊക്കെയല്ലേ മോളെ, ഒന്ന് കണ്ണടച്ചിരുന്നാൽ ഏത് നിലയിലെത്താമായിരുന്നു. പ്രസീതയ്ക്ക് പെരുത്ത് കയറി. ഒരു കാര്യം ചെയ്യേ, അമ്മച്ചിക്ക് പെൺമക്കളുണ്ടെങ്കിൽ അവന് കൊണ്ടുപോയി കൂട്ടിക്കൊടുത്ത് വലിയ നിലയിലങ്ങ് എത്തിക്കേ. അതല്ലെങ്കിൽ അമ്മച്ചി തന്നെ അങ്ങ് ചെല്ല്. അവന് പ്രായമൊന്നൊരു പ്രശ്നമല്ല. കവിളടക്ക അടിയേറ്റ അവസ്ഥയായി ആ സ്ത്രീക്ക്. ഒന്നും മിണ്ടാതെ അവർ പുറത്തേക്ക് നോക്കിയിരുന്നു. പത്തനംതിട്ടയിൽ എത്തുവോളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഓടിയും നടന്നും പ്രസീത ധനകാര്യ സ്ഥാപനത്തിലെത്തി.
മറ്റ് സ്റ്റാഫുകൾ അവളെ തുറച്ചു നോക്കി. ധൈര്യം സംഭരിച്ച് അവൾ തൻ്റെ സീറ്റിലിരുന്നു. പെട്ടെന്ന് പ്യൂൺ വന്ന് പറഞ്ഞു, മേഡത്തെ മാനേജർ വിളിക്കുന്നു. പ്രസീതയ്ക്ക് എന്തോ ആശങ്ക മണത്തു. ആ ഭാവത്തിൽ തന്നെയാണ് അവൾ മാനേജർ സോമരാജൻ്റെ ക്യാബിനിലേക്ക് ചെന്നത്. ഏതോ ഫയൽ കമ്പ്യൂട്ടറിൽ പരതുകയായിരുന്ന സോമരാജൻ മുഖമുയർത്തി. ആഹാ, പ്രസീതയോ? അയാൾ അവളെ അടിമുടി കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു. ശേഷം കസേരയിലേക്ക് കൈ ചൂണ്ടി. പ്രസീത ഇരിക്കേ. അവൾ മടിച്ചു നിന്നു. ഇന്ന് വരെ ഇയാൾ തന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ടില്ലെന്ന് അവൾ ഓർത്തു. വേണ്ട സാർ, ഞാൻ നിന്നോളാം. അവൾ കസേരയുടെ പിന്നിൽ പിടിച്ചുകൊണ്ട് നിന്നു. എനിക്കങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ലെന്നേ. എല്ലാ സ്റ്റാഫും എനിക്ക് ഒരുപോലെയാ. പ്രസീത ഇരിക്കേ. ഇത്തവണ പ്രസീത ഇരുന്നു. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തൊരു അഴകാണ് ഈ യുവതിക്കെന്ന് മനസ്സിൽ ഓർക്കുകയും ചെയ്തു. സാർ, അവൾ വിളിച്ചു. സോമരാജൻ പെട്ടെന്ന് ഞെട്ടിയുണരെ പോലെ നിവർന്നിരുന്നു. ടി വിയിൽ പ്രസീതയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സഹതാപമാണ്. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു പെണ്ണിനോട് ആർക്കും എന്തുമാകാമെന്ന അവസ്ഥയാണല്ലോ നമ്മുടെ നാട്ടിൽ. ആ, അത് പോട്ടെ. ഇനിയും തന്നെ ഇവിടെ ജോലിക്ക് കയറ്റിക്കൂടാ എന്ന് പല ഭാഗത്തു നിന്നും എനിക്ക് പ്രഷറുണ്ടായി. ആഭ്യന്തരമന്ത്രിയുടെ മകൻ വരെ വിളിച്ചു. പ്രസീത കേട്ടിരുന്നു. സോമരാജൻ തുടർന്നു. പക്ഷേ ഞാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ രാഹുലിൻ്റെ വക ഭീഷണി. പോയി വേറെ പണി നോക്കാൻ ഞാൻ പറഞ്ഞു. അവനാരാ എന്നെ ഭീഷണിപ്പെടുത്താൻ? പ്രസീത മിണ്ടിയില്ല. സോമരാജൻ പിന്നെയും പറഞ്ഞു. ആരെയും കുറ്റപ്പെടുത്താൻ എനിക്കാവില്ല. ഒന്നാമത് താൻ അതിസുന്ദരിയാണ്. പിന്നെ ഭർത്താവിന് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ ഇരിക്കുകയും. പ്രസീത അസ്വസ്ഥയായി. സാർ, ഞാൻ അങ്ങോട്ട് ഇരിക്കെ പറയട്ടെ. നമ്മുടെ പല സ്റ്റാഫുകൾക്കും പ്രസീതയോട് താല്പര്യമില്ല. എല്ലാവരുടെയും എതിർപ്പിനെ തള്ളിയാണ് താൻ ഇവിടെ തുടരുവാൻ ഞാൻ തീരുമാനിച്ചത്. ഒരു ഉപകാരം അങ്ങോട്ട് ചെയ്യുമ്പോൾ തിരിച്ച് താൻ എനിക്കെന്ത് തരും? സോമരാജൻ്റെ ലക്ഷ്യം എന്താണെന്ന് പ്രസീതയ്ക്ക് മനസ്സിലായി. എങ്കിലും അവൾ അജ്ഞത നടിച്ചു. സാറിനെ പോലെ ഒരാൾക്ക് ഞാനെന്ത് തരാനാണ്? സോമരാജൻ ഗൂഢമായി ചിരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം താൻ ലീവ് എടുക്ക്. വീട്ടിലാണെങ്കിൽ മറ്റാരുമില്ല. നമുക്ക് അവിടെ പോയി കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. പ്രസീത പെട്ടെന്ന് എഴുന്നേറ്റു. സാർ ക്ഷമിക്കണം, എന്നെ അതിന് കിട്ടില്ല. സോമരാജൻ്റെ മുഖം മുറുകി. തീർച്ചയാണോ? അതെ. എങ്കിൽ സോറി. തന്നെ ഈ സ്ഥാപനത്തിൽ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. മാനം വിറ്റ് ജീവിക്കേണ്ടി വന്നാൽ അന്ന് ഞാൻ വരാം സാറിൻ്റെ അടുത്തേക്ക്. അവൾ തിരിഞ്ഞു. തീർച്ചയാണോ? അതെ. ഉറച്ച കാലടികളോടെ അവൾ വാതിൽ കടന്നു. സോമരാജൻ്റെ ശബ്ദം പിന്തുടർന്നെത്തി. മന്ത്രിയുടെ മകൻ്റെ കൂടെ പട്ടാപ്പകൽ കറങ്ങുന്നതിന് അവൾക്ക് യാതൊരു കുറച്ചിലുമില്ല. അബദ്ധത്തിൽ പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നേനെ. അത് ശ്രദ്ധിച്ചില്ല പ്രസീത. തൻ്റെ ടേബിളിൽ നിന്ന് ബാഗും കുടയും എടുത്തു. പ്രസീത പോകുകയാണോ? അടുത്ത സീറ്റിലിരുന്ന സൗമിനി തിരക്കി. ആ, അവൾ മൂളി. മാനേജർ എന്തു പറഞ്ഞു? അയാളുടെ വീട്ടിൽ ആരുമില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ. കേട്ടവർക്ക് മിണ്ടാട്ടമില്ല. പ്രസീത കുറച്ചുകൂടി ഉച്ചത്തിൽ പറഞ്ഞു. അത്തരം പണി കൂടി ചെയ്യുന്നവരെ അയാൾ നിയമിച്ചോട്ടെ. പുറത്തേക്കിറങ്ങുമ്പോൾ അവൾ ഓർത്തു. ജീവിതം ഇരുളടഞ്ഞിരിക്കുന്നു. ആ ഇരുളിൽ രാജേട്ടനും താനും ഇനിയുള്ള കാലം മഹാശൂന്യതയിൽ എങ്ങനെ ജീവിക്കും? പ്രസീതയ്ക്ക് അതറിയില്ലായിരുന്നു. സമയം 3 മണി. CI അലക്സ് അബ്രഹാം ഡോക്ടർ ഹേമലതയുടെ മുന്നിലെത്തി. അമ്മിണിയുടെ മെഡിക്കൽ റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിരുന്നു. ഹേമലത അത് CIക്ക് കൈമാറി. അലക്സ് അബ്രഹാം അത് പരിശോധിച്ചു. റിസൾട്ട് പോസിറ്റീവ്. അമ്മിണി റേപ്പിന് ഇരയായിരിക്കുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അയാൾ SI ജെയിംസിനെ കോടതിയിൽ ഹാജരാക്കി. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ജെയിംസിനെ പത്തനംതിട്ട സബ് ജയിലിലേക്ക് അയച്ചു. അന്ന് തന്നെ അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കഥ തുടരും.